ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. കാവിക്കോടി ഏന്തിയ ഭാരതാംബ രാജ്യത്തിന്റെ അടയാളമെന്നാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറയുന്നത്. ഏത് രാജ്യം? ഹിന്ദുരാജ്യം. ഇന്ത്യ ഹിന്ദുരാജ്യമാണോ? കാവിക്കോടി ഏന്തിയ ഭാരതാംബയെ വണങ്ങാനെന്ന് ഉറച്ചു ചോദിച്ചത് CPI മന്ത്രി P. പ്രസാദാണ്. രാജ്ഭവൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അവിടെ RSS സൈദ്ധാന്തികൻ ഗുരുമൂർത്തി എത്തി മുൻ പ്രധാനമന്ത്രിമാരെ അവമതിച്ച് സംസാരിച്ച ദിവസമാണ് ആ ചിത്രം രാജ്ഭവന്റെ ഹാളിൽ ഇടം പിടിച്ചത്. കറകളഞ്ഞ RSSകാരനായ ആർലേക്കർക്ക് സംസ്ഥാന സർക്കാർ ചെലവിൽ രാഷ്ട്രീയം കളിക്കാനുള്ള ഇടമാണോ രാജ്ഭവൻ? P. പ്രസാദിനൊപ്പം മന്ത്രി V. ശിവൻകുട്ടിയും പരിപാടി ബഹിഷ്കരിച്ചുവെങ്കിലും CPI പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടില്ല. ആർലേക്കറെ തിരിച്ചു വിളിക്കണമെന്ന രാഷ്ട്രപതിക്ക് കത്ത് നൽകിയിരിക്കുകയാണ് CPI MP സന്തോഷ് കുമാർ. ആരിഫ് മുഹമ്മദ് ഖാനുമായുള്ള തെരുവ് യുദ്ധത്തിനു ശേഷം കരുതലോടെ ആർലേക്കറോട് ഇടപെട്ട മുഖ്യമന്ത്രി പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങളിൽ ഒതുക്കുകയാണോ? തുടർഭരണത്തിന്റെ അവസാന മാസങ്ങളിൽ വലിയ ഏറ്റുമുട്ടലുകൾ വേണ്ട എന്നതാണോ തീരുമാനം? ആരുടെ ഭാരതാംബ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, BJP പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഇപ്പോൾ ഗവർണർ രാജേന്ദ്ര അർലേക്കറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് CPI MP സന്തോഷ് കുമാർ കത്ത് നൽകിയിരിക്കുന്നു. അത് CPMന്റെ കൂടി നിലപാടാണോ? അല്ല, അത് CPIയുടെ നിലപാടാണ് CPI അറിയിച്ചത്. CPMന്റെ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ തന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിക്കും RSSന്റെ ഒരു അജണ്ട നടപ്പാക്കാൻ സംസ്ഥാന ഗവർണർമാർ ശ്രമിച്ച ഘട്ടത്തിലെല്ലാം അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും സംഘടിപ്പിച്ച് പാർലമെന്റിലടക്കം ആ വിഷയം ശ്രദ്ധയിൽ കൊണ്ടുവന്ന് അതുപോലെ സുപ്രീം കോടതിയിലടക്കം നടത്തിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി അവ ഉൾപ്പെടുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം എല്ലാമാണ്. നമുക്കറിയാം, ഇവിടെ ഗവൺമെന്റിന്റെ ഒരു പരിപാടി നടത്താൻ ഉള്ള ഒരു ആവശ്യം രാജ്ഭവനിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നില്ല. രാജ്ഭവനിൽ നിന്ന് തലേദിവസം വൈകുന്നേരമാണ് RSS മുന്നോട്ട് വയ്ക്കുന്ന ഭാരതാംബ, ആ ഭാരതാംബയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് വേണം ഈ പരിപാടി തുടങ്ങാൻ എന്നത്. സാധാരണ ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഒരു പ്രതീകമാണ്. നമുക്കറിയാം, അത്തരത്തിൽ ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് ഭാരതാംബ എന്നൊരു പ്രതീകം, ഒരു സങ്കല്പം നിൽക്കുന്ന ചിത്രങ്ങൾ പല ഘട്ടത്തിലും, പ്രത്യേകിച്ച് സ്കൂൾ പരിപാടികളിലും കോളേജ് പരിപാടികളിലും അതുപോലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിലും റിപ്പബ്ലിക് ദിനാഘോഷത്തിലും എല്ലാം ഒരു ദൃശ്യവൽക്കരിച്ച് കാണിക്കാറുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ RSSന്റെ കൊടി പിടിച്ചുകൊണ്ട് ഒരു പ്രത്യേക രൂപത്തിലല്ല. ശരിക്കും ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ ആ ഇന്ത്യ അംഗീകരിക്കപ്പെട്ട ഒരു ഭൂപടത്തിന്റെ രൂപത്തിൽ തന്നെയല്ല ഈ ഇപ്പോൾ RSS വിഭാവനം ചെയ്യുന്ന ഈ ഭാരതാംബയുടെ ചിത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലൊരു അജണ്ട പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിച്ചേർക്കുകയും അവിടെ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം മാത്രമേ പരിപാടി ആരംഭിക്കാൻ കഴിയൂ എന്നുള്ള ഒരാശയമാണ് മുന്നോട്ട് വെച്ചത്. വളരെ കൃത്യമായി ഗവൺമെന്റ് സംവിധാനം അത് നിഷേധിക്കുകയും ആ പരിപാടി തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ച ആ പരിപാടി തന്നെ രാജ്ഭവനിൽ നിന്ന് വേണ്ടെന്ന് വയ്ക്കുകയും അത് സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ വെച്ച് അത് ഗംഭീരമായിട്ട് നടത്തുകയും വൃക്ഷത്തൈ സെക്രട്ടേറിയറ്റിനുള്ളിൽ നടുകയും അതിൻ്റെ കോമ്പൗണ്ടിൽ നടുകയും എല്ലാം ചെയ്തു. ഇത് അടുത്ത കാലത്ത് നമ്മൾ കുറേ കണ്ടു. RSS ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട്, BJP ഇതര സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റ് ഭരണത്തിൽ ഇടപെടുക, ഭരണത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുക, അതുപോലെ തന്നെ സർവകലാശാലകളെ തകർക്കാൻ ശ്രമിക്കുക, അതുപോലെ സർവകലാശാലകളുടെ സ്വയം ഭരണത്തിൽ ഇടപെടുക, നിയമസഭ പാസ്സാക്കുന്ന ബില്ല് ഒപ്പിടാതെ അൺകണ്ടീഷണലായിട്ട് വൈകിപ്പിക്കുന്ന നിരവധി ഇടപെടലെല്ലാം കണ്ടു. പക്ഷേ പഴയ ഗവർണർ അത്തരത്തിൽ നടത്തിയ പല ഇടപെടലും ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തന്നെ സിസ തോമസ് അടക്കം പ്രധാനപ്പെട്ട 2-3 വൈസ് ചാൻസലർമാരെ പഴയ ഗവർണർ നിശ്ചയിച്ചത് ഏകപക്ഷീയമായിട്ടാണെന്നും സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത പട്ടികയിൽ നിന്നല്ലെന്നും പറഞ്ഞ് ഹൈക്കോടതി റദ്ദ് ചെയ്തു. അതിൽ ഡിവിഷൻ ബെഞ്ച് തന്നെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായില്ല. വളരെ ഫലപ്രദമായി തന്നെ ഗവൺമെന്റിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പുതിയ ഗവർണർ വരുമ്പോൾ വളരെ അനുഭാവപൂർവ്വം പോകും, ഭരണഘടനാപരമായിട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പഴയ ഗവർണർ അടക്കം നടത്തിയ പല ഇടപെടലുകൾ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അത് ഭരണഘടനാപരമല്ല, 3 മാസത്തിനുള്ളിൽ നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകൾ ഒപ്പിട്ട് നിയമമാക്കണം, 3 മാസത്തിൽ കൂടുതൽ അത് ഹോൾഡ് ചെയ്യാനുള്ള അധികാരമില്ല, അതോടൊപ്പം തന്നെ രാഷ്ട്രപതിക്കും ബില്ലുകൾ പാർലമെന്റ് പാസ്സാക്കിയ ബില്ലുകൾക്ക് മേൽ അടയിരിക്കാൻ അവകാശമില്ലെന്നുള്ള രൂപത്തിലുള്ള സുപ്രധാനമായിട്ടുള്ള വിധി അത് തമിഴ്നാടിന്റെ കേസിലാണ് വന്നതെങ്കിലും അത് രാജ്യത്താകമാനം ബാധകമാണ്. അത്തരത്തിൽ ഗവർണർമാരുടെ അധികാരത്തെക്കുറിച്ച് കൃത്യമായിട്ട് നിർവചിക്കുകയും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 153 മുതൽ 165 വരെ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വിട്ട് അതിന്റെ പരിധി വിട്ട് ലംഘിച്ചു പോകരുത് എന്ന അടക്കമുള്ള കർശനമായിട്ടുള്ള ഇടപെടൽ സുപ്രീം കോടതിയുടെ ഗവർണറുടെ അധികാരം എവിടെ വരെ എന്ന് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്.
അരുൺ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പുതിയ ഗവർണറിൽ നിങ്ങൾക്കിപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണോ? കാരണം ആരിഫ് മുഹമ്മദ് ഖാനുമായി ഒരു താരതമ്യമില്ല. അദ്ദേഹം നടത്തിയത് പരസ്യ പ്രതികരണങ്ങളാണ്, തെരുവിൽ നടത്തിയ പ്രതികരണങ്ങളാണ്. ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന പോലെ പെരുമാറുകയും പ്രതികരിക്കുകയും നിരന്തരം മാധ്യമങ്ങളോട് സംസാരിക്കുകയും ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു താരതമ്യമില്ല. പക്ഷേ പുതിയ ഗവർണറിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാകാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ UGC കരട് ചട്ടത്തിനെതിരെ സർക്കാർ കൺവെൻഷൻ സംഘടിപ്പിച്ചു. അത് പക്ഷേ ആർലേക്കറോട് അങ്ങോട്ട് പോയി വിശദീകരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയ്ക്ക് കൂടെ വരുന്നു ഗവർണർ, അത് പതിവ് വിട്ടുള്ള കാര്യമായിരുന്നു. പല ഘട്ടങ്ങളിലായി ഗവർണർ മുഖ്യമന്ത്രിയെ അങ്ങോട്ട് വന്ന് ക്ലിഫ് ഹൗസിൽ സന്ദർശിച്ചു. മുഖ്യമന്ത്രി അങ്ങോട്ട് 4 തവണയെങ്കിലും ഈ മാസം 5 മാസത്തിനിടയിൽ സന്ദർശിച്ചു. അപ്പോൾ ബന്ധം നല്ലതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അവരുടെ ആശയം, അവരെടുക്കുന്ന നിലപാടുകൾ ഇതെല്ലാം തന്നെ എന്താണ് എന്ന് ബോധ്യമായിട്ടുള്ളതാണ്. ഗുരുമൂർത്തി അവിടെ വന്ന് നടത്തിയ പ്രഭാഷണം, അതിനോടൊക്കെ പ്രതികരിച്ച് എത്ര വൈകിട്ടാണ് അരുൺകുമാർ? അല്ല, ഒരു ഗവർണർ പുതുതായിട്ട് സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഏറ്റവും സൗഹൃദപരമായിട്ടുള്ള നിലപാട്, ആ സൗഹൃദപരമായിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള നിലപാട്, ആ നിലപാട് കാത്തു സൂക്ഷിക്കാനാണ് എല്ലാ ഘട്ടത്തിലും സംസ്ഥാന ഗവൺമെൻറ് തയ്യാറായിട്ടുള്ളത്. കാരണം വളരെ യോജിപ്പോടെ കൂട്ടിയോജിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണല്ലോ. കാരണം ഒരു ഭരണഘടനാ ഹെഡ് എന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ രാജ്ഭവന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനും മുന്നോട്ട് പോക്കിനും ഗവൺമെൻറ് എല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ കടമ. അത്തരത്തിൽ ഏതൊരു ഗവർണർ വരുമ്പോഴും എടുക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ പുതിയ ഗവർണറുടെ കാര്യത്തിലും LDF ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യതിചലിച്ച് ഞങ്ങൾക്കൊരു പ്രത്യേക അജണ്ടയുണ്ട് എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിലെല്ലാം അതിനെ നിശ്ചിതമായിട്ട് എതിർക്കുകയും അതിശക്തമായിട്ട് പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഭാരതാംബയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്തി ആ കൃഷി വകുപ്പ് നിശ്ചയിച്ച പരിപാടി രാജ്ഭവനിൽ തന്നെ നടക്കട്ടെ എന്നല്ലല്ലോ വിചാരിച്ചേ. കൃത്യമായി ഈ പരിപാടി നടത്തേണ്ടതില്ല, ആ പരിപാടിയിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറുന്നു എന്ന് പറഞ്ഞ് ആ നിശ്ചയിച്ച പരിപാടി മറ്റൊരു കേന്ദ്രത്തിൽ വെച്ച് വളരെ ഗംഭീരമായിട്ട് നടത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഗവർണറുടെ മുന്നിൽ വഴങ്ങുകയോ ഗവർണറുടെ ഇംഗിതത്തിന് കൂട്ടുനിൽക്കുകയോ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു പരിപാടി ഉപേക്ഷിച്ചപ്പോൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് ആകർഷകമായിട്ട് നടത്തിയപ്പോഴാണല്ലോ അത് വാർത്തയായത്. അല്ലെങ്കിൽ പിന്നെ ഇതൊരു ഇത്തരത്തിൽ ഒരു ജനശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ക്യാമ്പയിനായിട്ട് മാറുന്ന സാഹചര്യമില്ല. അല്ല, അങ്ങനെ പരിപാടി നടത്തിയെന്നത് മാത്രമല്ലല്ലോ പരിപാടി നടത്തിയെന്നത് മാത്രമല്ല, ആ സമയത്ത് തന്നെ ശക്തമായി പ്രതികരിക്കും. ഞങ്ങൾ ഈ പറയുന്ന കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ അംഗീകരിക്കാനാകില്ല, രാജ്ഭവനെ രാഷ്ട്രീയമായി RSSന് ദുരുപയോഗം ചെയ്യാൻ വിട്ടുകൊടുക്കാനാവില്ല എന്ന പ്രതികരണം മന്ത്രി P. പ്രസാദ് നടത്തി. തൊട്ടു പിന്നാലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം, സമാനമായ പ്രതികരണം, ശക്തമായ പ്രതികരണം വന്നു. പിന്നീട് എത്ര വൈകിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത്. ആരുടെ ഭാരതാംബ എന്ന ശക്തമായ പ്രതികരണമൊക്കെയാണ്. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ പറയുക, രാജ്ഭവനോട് പ്രതിഷേധം അറിയിക്കുക, രണ്ടും രണ്ടാണല്ലോ. ആ രൂപത്തിലൊരു പ്രതികരണത്തിലേക്ക് എന്തുകൊണ്ടാണ് സർക്കാർ നീങ്ങാത്തത്? അല്ല, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. LDFിലെ ഘടകകക്ഷികളെല്ലാം തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യം പ്രതികരിച്ചത് ആരാണ്, വൈകി പ്രതികരിച്ചത് ആരാണെന്നുള്ള ആ പ്രതികരണങ്ങളുടെ അന്തരം എടുത്തുകൊണ്ട് ചർച്ച ചെയ്യേണ്ട സാഹചര്യമല്ലല്ലോ. ഏറ്റവും വ്യക്തമായിട്ടുള്ള നിലപാട്, ശരിയായ സമയത്ത് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി ഭാവിയിലായാലും പഴയ രൂപത്തിൽ തന്നെയാണ് ഈ പുതിയ ഗവർണറും പോകുന്നതെങ്കിൽ അതിശക്തമായിട്ട് പ്രക്ഷോഭങ്ങൾ വരുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് പഴയ ഗവർണർ നടത്തിയ നിയമനങ്ങളെ റദ്ദാക്കി ആ പുതിയ സാഹചര്യത്തിൽ ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റിൽ നിന്ന് തന്നെ പുതിയ ഗവർണർ നിയമനം നടത്തി. ഭരണഘടനാപരമായിട്ട് യൂണിവേഴ്സിറ്റി നിയമങ്ങൾക്ക് വിധേയമായിട്ട് തന്നെ നിയമനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇതിപ്പോൾ ഒരു നല്ല ലക്ഷണമായിട്ട് കണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സാഹചര്യം ഉണ്ടായത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായി ഭരണഘടന അതൊരു തന്ത്രമാകില്ലേ അരുൺകുമാർ? അതൊരു തന്ത്രമാകില്ലേ? ഭരണവുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സമുണ്ടാക്കാതിരിക്കുക, പകരം രാജ്ഭവനിൽ കൃത്യമായി RSS അജണ്ട നടപ്പാക്കുക, അത് ഈ RSSന്റെ ആശയം ഔദ്യോഗികമാക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്, അതിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ഇതിലെന്താണ് ഈ മന്ത്രിമാർക്ക് പറ്റിയതെന്നാണ് ഗവർണർ ആശ്ചര്യപ്പെടുന്നത്? ഭാരതാംബയെ വണങ്ങാൻ വരാതിരിക്കുകയോ എന്ന് ആശ്ചര്യപ്പെടുകയാണ് ആർലേക്കർ. അപ്പോൾ അതിനെതിരെ സ്വാഭാവികതയിലേക്ക് കൊണ്ടുവരിക, അവിടെ ഗുരുമൂർത്തി വന്ന് പ്രസംഗിച്ചതിൽ പ്രതിഷേധമൊക്കെ നിങ്ങൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഭാഗത്തൊരു പ്രതികരണം തന്നെ വന്നത്? ആ പ്രസംഗം എന്തായിരുന്നു? അവിടെ എന്താണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്? അങ്ങനെ ഒരു RSS സൈദ്ധാന്തികന് വന്ന് പ്രസംഗിക്കാൻ രാഷ്ട്രീയം പറയാനുള്ള സ്ഥലമാണോ രാജ്ഭവൻ എന്ന ചോദ്യമുണ്ടല്ലോ. ഇതാണ് ചോദിക്കുന്നത്. ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ തടസ്സം, ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കുക, ഇതൊക്കെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ശരിയാണ്. പക്ഷേ CPMനെ സംബന്ധിച്ച് RSSുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് നിങ്ങളാണെന്നാണല്ലോ നിങ്ങൾ പറയുന്നത്.
പക്ഷേ ഫലത്തിൽ CPIയുടെ പ്രതികരണമാണ് ഒരു പടി മുന്നിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ താങ്കൾ അതിനെ എതിർക്കുമോ? അതിലേ ഇപ്പോൾ ഏതെങ്കിലും ഭരണാധികാരികളുടെ നയങ്ങൾ വിമർശിച്ചാൽ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസികളെ വിമർശിച്ചാൽ ഭരണാധികാരികളെ വിമർശിച്ചാൽ അത് രാജ്യത്തിനെതിരായിട്ടുള്ള വിമർശനമാണെന്നും അത് രാജ്യദ്രോഹ കുറ്റം എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. ഒരാളും നമ്മൾ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ നയങ്ങളെ വിമർശിക്കുന്നത് രാജ്യദ്രോഹമല്ലല്ലോ. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അത്തരത്തിലുള്ള എല്ലാ ഇടപെടൽ RSSും സംഘപരിവാറും നടത്തുമ്പോൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും പാർലമെന്റിനകത്തും പുറത്തും ഉയർത്തിക്കൊണ്ടുവരുന്നതും അതോടൊപ്പം തന്നെ ചില വിഷയങ്ങളിൽ പ്രത്യേകിച്ച് നിയമ പോരാട്ടം അടക്കം നടത്തുന്നത് CPMും CPIയും അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 5 പൈസ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിയമ പോരാട്ടം നടത്തിയ രാജ്യത്തെ ഏക സംഘടന CPMും CPIയും തമ്മിലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ചില വിഷയങ്ങളിൽ ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരുമിച്ച് നിലപാടെടുക്കും. ചിലത് രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിൽ അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. കൃത്യമായി വായിച്ചാൽ ഈ അഭിപ്രായങ്ങളൊക്കെ ഒറ്റ രൂപത്തിൽ തന്നെയാണ്. ഈ RSSന്റെ അജണ്ട എന്നുള്ളത് രാജ്യത്തിന്റെ അജണ്ടയാക്കി മാറ്റുന്നു. RSSന്റെ സിംബൽ ഈ രാജ്യത്തിന്റെ സിംബിളാക്കി മാറ്റുന്നു. RSSന്റെ അഭിപ്രായം രാജ്യത്തിന്റെ അഭിപ്രായമാക്കി മാറ്റാൻ കരുതി കൂട്ടിയുള്ള ശ്രമങ്ങൾ തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളില്ലട്ടോ ആ പരിപാടിക്ക് എന്നതാണോ ശക്തമായ നിലപാട്? ഈ ഗവർണർ ഇവിടെ വേണ്ട എന്ന നിലപാടാണോ ശക്തമായ നിലപാട് എന്നൊരു ചോദ്യം അവിടെ ഉയരും. ഞാൻ BJP പ്രതിനിധിയിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഇപ്പോൾ നിങ്ങളുടെ RSSന്റെ എന്താണ് ഭഗധ്വജം അല്ലേ, അതല്ലേ ഈ കാവിക്കൊടി? ആ കാവിക്കൊടി ഏന്തിയ ഭാരതമാതാവ്, ആ ഭാരതമാതാവാണ് രാജ്യത്തിൻ്റെ മാതാവ് എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിച്ചാൽ അതെല്ലാവരും അംഗീകരിക്കണം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ്? നോക്കൂ, അങ്ങയുടെ ചോദ്യം നിങ്ങൾ RSSന്റെ ഭഗവധ്വജം എന്നുള്ളതാണ്. ഭഗവധ്വജം എന്ന് പറഞ്ഞാൽ ഭഗവ എന്ന് പറയുന്ന നിറം സാഫ്രൺ എന്നതിനാണ് സൂചിപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ ഋഷി പരമ്പരയെ, ഭാരതത്തിൻ്റെ സന്യാസ പരമ്പരയെ സൂചിപ്പിക്കുന്ന നിറമായിട്ടാണ് ഭഗവ എന്ന നിറത്തെ സാധാരണ പരിഗണിക്കാറുള്ളത്. നമ്മുടെ ദേശീയ പതാകയിലെ 3 നിറങ്ങളിൽ ഒന്ന് ഭഗവയാണ്. ഏറ്റവും മുകളിൽ ഭഗവ, പിന്നീട് വെള്ള, പിന്നീട് ഹരിതവർണ്ണം എന്നിങ്ങനെ 3 നിറങ്ങളാണുള്ളത്. ഭഗവ വർണ്ണം എന്ന് പറയുന്നത് RSSന്റെ ഔദ്യോഗിക നിറമല്ല. RSS ഈ രാജ്യത്തിൻ്റെ പൈതൃകത്തെയും ഈ രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും മാനിക്കുന്നത് കൊണ്ട് RSSന്റെ ഗുരുസ്ഥാനത്ത് ഭഗവധ്വജത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്ന് മാത്രം. രാജ്യത്തെ മാതാവായി കാണുന്ന നിങ്ങൾക്ക് ദേശീയ പതാക അവിടെ വെച്ചുകൊണ്ട് ദേശീയ പതാക ഏന്തിയ ഭാരത മാതാവിനെ വന്ദിക്കാൻ എന്തുകൊണ്ട് തോന്നിയില്ല? ദേശീയ പതാകയെ RSS അംഗീകരിച്ചത് തന്നെ എപ്പോഴാണ്? ഏത് വർഷമാണ്? 2022-ലോ? അപ്പോൾ ദേശീയ പതാക അവിടെ വെക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ശ്രീമതി സ്മൃതി, നിങ്ങളുടെ ചോദ്യം തെറ്റിദ്ധാരണാജനകമാണ്. അത് ആദ്യം വിശദീകരിച്ച് പോട്ടെ. RSS 2002-ലല്ല ദേശീയ പതാകയെ അംഗീകരിക്കുന്നത്. 1947-ൽ ദേശീയ പതാകയായിട്ട് ത്രിവർണ്ണ പതാകയെ തിരങ്കയെ അംഗീകരിച്ചത് മുതൽ തന്നെ RSS അതിനെ അംഗീകരിച്ചിട്ടുണ്ട്. 2002-ൽ എന്താ സംഭവിച്ചത്? 2002-ൽ ഇന്ത്യയുടെ പറഞ്ഞു പോകാം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. RSS ആസ്ഥാനത്ത് ഈ ഞാൻ പറഞ്ഞു മുഴുവിപ്പിക്കട്ടെ ശ്രീമതി, മുഴുവിപ്പിക്കട്ടെ. ശരി, ഇനി പറഞ്ഞോളൂ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. 2002-ലാണ് ഇന്ത്യയുടെ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത്. അതിനുശേഷം മാത്രമാണ് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവരുടെ കെട്ടിടത്തിൽ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം കിട്ടിയത്. 2002-ന് മുൻപ് ഒരു സംഘടനയ്ക്കും അവരുടെ പാർട്ടി ആസ്ഥാനത്തോ അവരുടെ കാര്യാലയത്തിലോ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. 2002-ൽ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നു. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നപ്പോൾ ദേശീയ പ്രാദേശിക പാർട്ടികൾക്ക് അവരുടെ കാര്യാലയങ്ങളിൽ സ്വാതന്ത്ര്യ ദിനത്തിനോ റിപ്പബ്ലിക് ദിനത്തിനോ ദേശീയ പതാക ഉയർത്താനുള്ള അനുവാദം കിട്ടി. അന്ന് മുതൽ RSS ഉയർത്തുന്നുണ്ട്. അതിനുശേഷവും ഉയർത്താത്ത സംഘടനകൾ ഈ ചർച്ചയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. 2018-ന് ശേഷം മാത്രം ദേശീയ പതാക ഉയർത്തി തുടങ്ങിയിട്ടുള്ള സംഘടന. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ത്രിവർണ്ണ പതാകയെ അംഗീകരിക്കാതിരുന്ന ആരാണ്? RSS അല്ലേ? അന്ന് നിങ്ങൾ ഈ ഭഗവധ്വജത്തെ ഔദ്യോഗിക പതാകയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ നിങ്ങൾ ഓർഗനൈസറിൽ ലേഖനം എഴുതിയിട്ടില്ലേ RSS? ഇല്ലേ? അത് നിഷേധിക്കുന്നുണ്ടോ? ഞാൻ അത് മുഴുവൻ പറയാം. നിങ്ങളിങ്ങനെ എടുത്തു ചാടാതിരിക്കൂ, എന്നെ മുഴുവൻ പറയാൻ അനുവദിക്കൂ. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഇന്ത്യയുടെ എന്തുണ്ടാക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. 1946 മുതൽ 1949 വരെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ കാലാവധി. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലാണ് ഇന്ത്യയുടെ ദേശീയ സിംബൽ ഏതാണ്, ദേശീയ ഫ്ലാഗ് ഏതാണ്, ദേശീയ മോട്ടോ ഏതാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത്. ആ സമയത്ത് വിവിധ പാർട്ടികൾക്കും വിവിധ ആശയത്തിൻ്റെ വക്താക്കൾക്കും വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ
ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഒരു അന്തിമമായിട്ടുള്ള തീരുമാനം എടുക്കപ്പെടുകയും 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരികയും ചെയ്തതോടുകൂടി ആ ദേശീയ പതാകയെ ഇന്ത്യയുടെ ഔദ്യോഗിക പതാകയായിട്ട് RSS ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും അംഗീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന പതാക ഏത് വേണമെന്ന് ചർച്ച നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഓരോ ഘട്ടങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള ദേശീയ പതാകകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് ഒരു സമയത്ത് ആസാദ് ഫ്ലാഗ് ഉണ്ടായിട്ടുണ്ട്. ആനി ബസന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ ഫ്ലാഗായിട്ട് ഉപയോഗിച്ചിട്ട് മറ്റൊന്നാണ്. ഒരു ഘട്ടത്തിൽ ഭഗവ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 1928 കോൺഗ്രസ് തിരങ്ക എന്ന് പറയുന്ന പതാകയെ ഔദ്യോഗിക ചിഹ്നമായിട്ട് അംഗീകരിക്കുന്നത്. ആ പതാകയിൽ പോലും നടുവിൽ രാജ്ഭവനിൽ വെച്ചതിനെ എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കുന്നത്, ന്യായീകരിക്കുന്നത്? ഞാനത് വിശദീകരിക്കാം. ആ ചോദ്യം എന്നോട് ചോദിച്ചില്ലല്ലോ. നോക്കൂ, ഭഗവത് ധ്വജം ഏന്തിയിട്ടുള്ള ഭാരതമാതാവ് എന്ന് പറയുന്നത് വളരെ പുരാതനമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. ഈ ഭഗവത് ധ്വജം ആയിക്കോട്ടെ, ഭാരത് മാത എന്ന് പറയുന്ന കൺസെപ്റ്റ് ആയിക്കോട്ടെ, അത് ഈ രാഷ്ട്രത്തിന് എത്രത്തോളം പഴക്കമുണ്ടോ, വേദിക് ലിറ്ററേച്ചറുകളിൽ ഉൾപ്പെടെ പരാമർശമുള്ള സങ്കല്പമാണ് ഭാരതമാതാവ് എന്ന് പറയുന്ന സങ്കല്പം. അതല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സങ്കല്പമല്ല. ഇപ്പോൾ വിഷ്ണു പുരാണത്തിൽ ഉത്തരം യത് സമുദ്രസ്യ ഹിമാദ്രശ്ചൈവ ദക്ഷിണം വർഷത്തത് ഭാരതോ നാമ ഭാരതീ പുത്ര സന്തതി എന്ന് പറയുന്നുണ്ട്. ഏതാണോ ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലും ഹിമാലയത്തിന് താഴെയുമായിട്ടുള്ള ദേവനിർമ്മിതമായിട്ടുള്ള ആ ദേശം ഭാരതം എന്നറിയപ്പെടുന്നു. ഭാരതീയരെല്ലാം ആ ദേശത്തിലെ പുത്രന്മാരാണ് എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. ഇപ്പൊ അഥർവവേദത്തിലാണെന്ന് തോന്നുന്നു, മാതാ ഭൂമി പുത്രോഹം പൃഥ്വിയാം എന്ന് പറയുന്ന സങ്കല്പമുണ്ട്. എന്താണ് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ അമ്മയാണ്, ഇവിടെയുള്ള മനുഷ്യരെല്ലാം ഈ അമ്മയുടെ മക്കളാണ്. ഇവിടെ വേദവും ഉപനിഷത്തും മാത്രമല്ല, ഇവിടെ ബൈബിളും ഖുറാനും കൂടിയുള്ള രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ പതാക ഇവിടെയുള്ളപ്പോൾ അതിലും വലുതാണ് നിങ്ങളുടെ ഭഗത്ധ്വജം എന്ന് തീരുമാനിക്കുകയും ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ ഭഗത്ധ്വജം കൊണ്ട് സ്ഥാപിക്കുകയും ചെയ്തത് ആരാണ്? ആര് വന്നപ്പോഴാണ് അത് സ്ഥാപിച്ചത്? RSSന്റെ സൈദ്ധാന്തികൻ ഗുരുമൂർത്തി അവിടെ പ്രസംഗിക്കുന്ന ദിവസമാണ് ഇത് അവിടെ സ്ഥാപിക്കപ്പെട്ടത്. അതിൽ പൂജ നടത്തണമെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് എന്ത് തരം രാഷ്ട്രീയമാണ്? നിങ്ങൾ അതിനെ വളരെ സ്വാഭാവികവൽക്കരിക്കാൻ ഇപ്പോഴും ശ്രീ ശങ്കുട്ടിദാസിന്റെ പ്രതികരണത്തിൽ അതുണ്ട്. ഇതിലെന്താണ് ഇത്ര അത്ഭുതപ്പെടാൻ എന്ന രീതിയിലേക്ക് അത് അവതരിപ്പിക്കപ്പെടുകയാണ്. ഇത് അതിൻ്റെ സ്വാഭാവികതയിൽ സംഭവിക്കേണ്ടതാണ്. നാളെ ഇതാണ് നമ്മുടെ കൊടി എന്ന രൂപത്തിൽ നിങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഈ ഭഗവത്ധ്വജത്തെ ഇവിടുത്തെ കലാപ സംഘർഷ സാഹചര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടെന്നേ, ബാബറി മസ്ജിദ് സംഘർഷത്തിൽ കണ്ടിട്ടുണ്ടെന്നേ. അപ്പോൾ അതാണ് രാജ്ഭവനിൽ കൊണ്ടുവെക്കുന്നത് എന്ന് പറയുമ്പോൾ, അതിനെ എല്ലാവരും അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ, അത് നിങ്ങളുടെ RSSന്റെ ആശയമല്ല എന്നിപ്പോൾ പറയുന്നുണ്ട്. RSSന്റെ ആശയം മാത്രമല്ലേ അതെന്തിനാണ് ബാക്കിയുള്ളവർ അംഗീകരിക്കണമെന്ന് ശഠിക്കുന്നത്? ശ്രീമതി സ്മൃതി, നിങ്ങൾ എന്തൊരു ഹീനമായ, നികൃഷ്ടമായിട്ടുള്ള, നീചമായിട്ടുള്ള വർഗീയ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ വലിയൊരു വിഭാഗം ജനത അവരുടെ പൈതൃകത്തിന്റെ, അവരുടെ സന്യാസത്തിന്റെ, അവരുടെ ഗുരു പരമ്പരയുടെ അടയാളമായി കാണുന്ന ഒരു ചിഹ്നത്തെ ഇവിടുത്തെ വർഗീയ കലാപത്തിന്റെ വലുതാണോ ഈ ഭഗത്ധ്വജം? വലുതാണോ ചെറുതാണോ താരതമ്യം തുടങ്ങിയത്? ഇവിടെ വലുതാണോ ചെറുതാണോ താരതമ്യം ആരാ പറഞ്ഞത്? ഇത് രാജ്ഭവനിൽ വെക്കാനുള്ളതല്ല, അത് RSS കാര്യാലയത്തിൽ വെക്കാമെന്ന്. നിങ്ങളൊരു ചർച്ചയിൽ ഒരു അതിഥിയെ ക്ഷണിച്ചു വരുത്തിയാൽ അയാൾക്ക് പറയാനുള്ള മാന്യമായിട്ടുള്ള സമയം നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ഏകപക്ഷീയമായിട്ടുള്ള അജണ്ട അടിച്ചേൽപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഈ ചർച്ചയെ മാറ്റരുത്. ഈ നോക്കൂ, രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഭീകര സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ പല മതങ്ങളുടെയും സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സൂക്തങ്ങൾ പിന്നീട് അങ്ങ് ഭീകരതയുടെ ചിഹ്നമായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുമോ? ഇത് മറ്റൊരു മതത്തിന് നേരെ പറഞ്ഞാൽ നിങ്ങൾ അതിന് എത്ര നീചമായിട്ടുള്ള വർഗീയതയായിട്ടാണ് പറയുക. അതേസമയം ഹിന്ദുമതത്തിന്റെ ചിഹ്നങ്ങൾക്ക് എന്ത് നീചതയും താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അത് ഹിന്ദുമതത്തിന്റെ ചിഹ്നമാണ്. ഹിന്ദുമതത്തിന്റെ ചിഹ്നം വെക്കേണ്ട ഇടമാണ് രാജ്ഭവൻ. ഒരു മതത്തിന്റെ ചിഹ്നങ്ങൾ വെക്കാൻ പാടില്ലെന്നേ. ഹിന്ദുമതവും വേണ്ട, ക്രിസ്ത്യൻ മതവും വേണ്ട, മുസ്ലിം മതവും വേണ്ട, ഒരു മതത്തിന്റെയും ചിഹ്നങ്ങൾ വെക്കാവുന്ന സ്ഥലമല്ല രാജ്ഭവൻ. മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കേണ്ട ഇടമല്ല. ശ്രീമതി സ്മൃതി, നിങ്ങൾ എന്നെ എൻ്റെ ആദ്യ ഊഴത്തിൽ സംസാരിക്കാൻ അനുവദിക്കില്ല എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോവാം. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഇത് നിങ്ങൾ ചോദ്യം ചോദിക്കുകയല്ല, നിങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ അജണ്ട പറയുന്നു, ഞാൻ പ്രതികരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇടപെട്ട അലങ്കോലം സൃഷ്ടിക്കുന്നു. നിങ്ങൾ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. ഇത് മര്യാദകേടാണ്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയട്ടെ, ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിന്റെ ചിഹ്നങ്ങൾ സ്ഥാപിക്കാനുള്ള സ്ഥലങ്ങളല്ല, ശരിയാണ്.
ശരിയാണ്. പക്ഷെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള മതങ്ങളും വിവിധങ്ങളായിട്ടുള്ള സംസ്കാരങ്ങളും കോഎക്സിസ്റ്റ് ചെയ്യുന്ന രാജ്യത്ത് ഏതെങ്കിലും ഒരു മതത്തോട് തീരെ പാടില്ലെന്നുള്ള നിരാസവും നമ്മുടെ ഭരണഘടന വെച്ച് പുലർത്തുന്നില്ല. നമ്മുടെ ഹിന്ദുധർമ്മത്തിൻ്റെയും ബുദ്ധധർമ്മത്തിൻ്റെയും നിരവധിയായിട്ടുള്ള സങ്കല്പങ്ങളെ ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ നാഷണൽ മോട്ടോ എന്ന് പറയുന്നത് സത്യമേവ ജയതയാണ്. സത്യമേവ ജയത മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അത് ഹിന്ദു ചിഹ്നമാണ്, അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ പറയുമോ? നമ്മുടെ സുപ്രീം കോടതിയുടെ ഒഫീഷ്യൽ മോട്ടോ എന്ന് പറയുന്നത് യഥോ ധർമ്മ സ്തതോ ജയ എന്നുള്ളതാണ്. മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്യമാണ്. അത് ഉപയോഗിക്കരുത് നിങ്ങൾ പറയുമോ? ഇന്ത്യൻ നേവിയുടെ ഒഫീഷ്യൽ മോട്ടോ ശംയോ വരുണ എന്ന് പറയുന്ന തൈത്രിയാരണ്യത്തിലെ ഒരു മന്ത്രമാണ്. അതേപോലെ തന്നെ നമ്മുടെ നാഷണൽ സിമ്പിൾ എന്താണ്? അശോകന്റെ സാർനാഥിലെ ലയൺ ക്യാപിറ്റലാണ്. അത് ബുദ്ധധർമ്മത്തിന്റെ സിമ്പലാണ്. അതേപോലെ തന്നെ ചരിത്രം മാറ്റി എഴുതും. ഇതിപ്പോൾ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, ഒറ്റ കാര്യമുള്ളൂ, ദേശീയ പതാകയ്ക്ക് പകരമാണോ ഈ ഭഗവത്വജം? ദേശീയ പതാക എന്തുകൊണ്ട് വച്ചില്ല? ദേശീയ പതാക ഏന്തിയ ഭാരതാംബ എന്തുകൊണ്ട് വച്ചില്ല? നോക്കൂ, ഞാൻ ലളിതമായിട്ട് ഉത്തരം പറയാം. ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം ഉരുത്തിരിഞ്ഞു വരുന്ന കാലത്ത് ഈ പറയുന്ന ദേശീയ പതാക ഉണ്ടായിട്ടില്ല. ഇന്ത്യക്ക് ഈ പറയുന്ന തിരങ്ക എന്ന് പറയുന്ന ദേശീയ പതാക ഭരണഘടനയൊക്കെ രൂപീകരിക്കപ്പെട്ട ശേഷം, വിവിധ സർക്കാരുകൾ ഭരണത്തിൽ വന്ന ശേഷം, ഈ ആധുനിക കാലത്ത് താങ്കൾ ഈ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കില്ല, താങ്കൾ ഈ പുരാണ ഉപദേശത്വവും പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഖുറാനും മറ്റു കാര്യങ്ങളും പറയേണ്ടി വരും, ബൈബിളും പറയേണ്ടി വരും, ഇതെല്ലാം പറയേണ്ടി വരും. നിങ്ങൾക്ക് ഹിന്ദു മതത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത? അല്ല, ഹിന്ദു മതത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ. ഹിന്ദു മതത്തിന്റെ കാര്യവും ക്രിസ്ത്യൻ മതത്തിന്റെ കാര്യവും ബുദ്ധമതത്തിന്റെ കാര്യവും ഇസ്ലാം മതത്തിന്റെ കാര്യവും ഒരുപോലെ പറയാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ടാകണം. നിങ്ങൾ നിങ്ങളുടെ മതചിഹ്നങ്ങളെ രാജ്യത്തിന്റെ ചിഹ്നങ്ങളായി അവതരിപ്പിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? അതെങ്ങനെ? അത് RSSന്റെ ആശയം ഔദ്യോഗിക ആശയമാണ് എന്ന രൂപത്തിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ എങ്ങനെ കഴിയുന്നു? ഭരണഘടനാ വിരുദ്ധമാണ് നിങ്ങളുടെ നടപടി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് താങ്കൾ ഖണ്ഡിക്കുക? അത് നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ലാത്തത് കൊണ്ട് അതിൽ മറുപടി ഉണ്ടാകില്ല എന്ന് വിചാരിക്കേണ്ട. എന്തുകൊണ്ട് ദേശീയ പതാകയില്ല, പകരം ഭഗവത് മറുപടിയില്ല? ഞാൻ പറയട്ടെ, ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് കിരൺ ചന്ദ്ര ബന്ദോപാധ്യായയുടെ നാടകം 1873 1873 ഇന്ത്യക്ക് തിരങ്ക എന്ന് പറയുന്ന ദേശീയ പതാകയില്ല. അതിനുശേഷം ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം ആദ്യമായിട്ട് ഒരു ജീവിക്കുന്ന ഒരു ചിത്രമായിട്ട് ഇന്ത്യൻ സമൂഹത്തിന് മുന്നിൽ വരുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ് മഠ് എന്ന് പറയുന്ന നോവലിലെ വന്ദേ മാതരം എന്ന ഗീതത്തിലാണ്. ഈ വന്ദേ മാതരം എന്ന ഗീതം ഈ ഭാരതമാതാവിനെ ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും സങ്കല്പിക്കുന്നതാണ്. അന്ന് ഈ പറയുന്ന ത്രിവർണ്ണ പതാക ഉണ്ടായിട്ടില്ല. അതിനുശേഷം 1936 മഹാത്മാഗാന്ധിയാണ് വാരണാസിയിൽ ഭാരത് മാതാ ടെമ്പിൾ ഉദ്ഘാടനം ചെയ്തത്. അന്നും ഇന്ത്യക്ക് ദേശീയ പതാക ഉണ്ടായിട്ടില്ല. അതായത് ദേശീയ പതാക ഉണ്ടാവുന്നതിനേക്കാൾ പുരാണികമായിട്ടുള്ള വളരെ പൂർവ്വമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. അപ്പൊ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതുവരെയുള്ള ചിഹ്നങ്ങളൊക്കെ എടുത്ത് മാറ്റണം. ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സമ്മതിക്കുന്നു, അതൊക്കെ സമ്മതിക്കുന്നു. നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലല്ലേ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമുക്കിവിടെ ഒരു ഭരണഘടനയുണ്ട്, നമുക്കിവിടെ ഒരു ദേശീയ പതാകയുണ്ട്, നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അവിടെ എങ്ങനെയാണ് ഭഗവത്വജം ഔദ്യോഗിക ചിഹ്നമാകുന്നത്? ഭഗവദ്ധ്വജം ഔദ്യോഗിക ചിഹ്നമൊന്നുമല്ല. ഇന്ത്യയുടെ ഔദ്യോഗിക ചിഹ്നമായിട്ട് ആരും ഭഗവദ്ധ്വജത്തെ അവരോധിച്ചിട്ടില്ലല്ലോ. ഭാരത് മാത എന്ന് പറയുന്ന സങ്കല്പം വളരെ പൗരാണികമായിട്ട് അനുവർത്തിച്ചു വരുന്നതാണ്. അത് ദേശവിരുദ്ധമായിട്ടൊരു സങ്കല്പമല്ല. നിങ്ങൾക്ക് ഭഗവദ്ധ്വജം നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ, നിങ്ങളുടെ RSSന്റെ കാര്യാലയത്തിൽ എവിടെ വേണമെങ്കിലും വെക്കാം, ഒരു പ്രശ്നവുമില്ലെന്നേ. നിങ്ങളുടെ ആശയങ്ങളോട് താല്പര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുവയ്ക്കൂ, കുഴപ്പമില്ലെന്നേ. രാജ്ഭവനിൽ എങ്ങനെ വെക്കും എന്നുള്ളതാണ് ചോദ്യം. ഭരണഘടനാ സ്ഥാപനത്തിൽ കൊണ്ടുപോയി ദേശീയ പതാകയ്ക്ക് പകരം ഇതിനെ വണങ്ങണമെന്ന് നിർബന്ധിക്കാൻ എങ്ങനെ പറ്റും? വെക്കാൻ പാടില്ല. പറയൂ. ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തെ മാതാവായി കരുതുന്ന, അതിനെ വന്ദിക്കണം എന്ന് പറയുന്ന സങ്കല്പം മതത്തിനുമെതിരല്ല, ഒരു സംസ്കാരത്തിനും വിരുദ്ധമല്ല. ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സ്വീകരിക്കാവുന്ന നിലപാടാണ്. അത് പറയുമ്പോൾ എന്തിനാണ് അസഹിഷ്ണുത? ഭാരത് മാതായുടെ ചിത്രം രാജ്ഭവനിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് നിങ്ങൾ പറയുന്നത് ഭാരതത്തെ മാതാവല്ല പിതാവായി കാണണമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ തോന്നിയാൽ എനിക്ക് പിതാവായും കാണാമെന്നേ, മാതാവായി കാണാമെന്ന് തന്നെ ഇല്ല. അതൊരു സങ്കല്പമാണ്. ആ സങ്കല്പം ഔദ്യോഗികമാണ് താങ്കൾ എങ്ങനെ പറയും? അങ്ങനെയൊന്നും ഭരണഘടനയിൽ ഇല്ലല്ലോ.
നോക്കൂ, ഭരണഘടനയിൽ ഇല്ലാത്തതെല്ലാം ഭരണഘടനാ വിരുദ്ധമല്ല. ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. മതചിഹ്നമാണ്. എന്തൊക്കെ അനുവദിക്കാൻ പാടും, എന്തൊക്കെ അനുവദിക്കാൻ കഴിയില്ല എന്നുണ്ട് ഭരണഘടനയുടെ മതചിഹ്നമാണ്. അങ്ങനെയെങ്കിൽ അവിടെ ഖുറാനും ബൈബിളും ഒക്കെ വെക്കാൻ നിങ്ങൾ ഇതുപോലെ വിശാല മനസ്കത കാണിച്ചിട്ടില്ല. ഉപനിഷത്തുകളും എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ അടയാളങ്ങളല്ല. ശരി, തിരിച്ചെത്താം. അതൊക്കെ നിങ്ങൾ പറയാണ് രാജ്യത്തിന്റെ അടയാളങ്ങളായി അവതരിപ്പിക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ അടയാളമായി വന്നതും ഒഴുകി വന്നതുമായി എല്ലാം കൂടി ചേർന്നാണല്ലോ സംസ്കൃതി. അല്ലാതെ ഒരിടത്ത് നിൽക്കുന്നതല്ലോ, ഒരു ഭാഗത്തൂടെ മാത്രം ഒഴുകുന്നതല്ലോ. തിരിച്ചെത്താം. ഇടവേളയ്ക്ക് ഷിബു മീരാൻ, ഇന്നിപ്പോൾ CPI രാജ്യസഭാ MP സന്തോഷ് കുമാർ ഗവർണർ ആർലേക്കറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു. അത് തിരിച്ചു വിളിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷേ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിതാണ് എന്ന് വ്യക്തമാക്കലാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ രാജ്ഭവനിൽ ഇങ്ങനെ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനോട് എത്രത്തോളം ശക്തമായി രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചിട്ടുണ്ട്? പ്രതിപക്ഷത്തെക്കുറിച്ച് കൂടിയാണ് ചോദ്യം. തീർച്ചയായും സ്മൃതി, ഈ കേരളത്തിലെ സർക്കാരും ഗവർണർമാർക്കിടയിലും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ, അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് അതിന് വേറൊരു സ്വഭാവമായിരുന്നു. അത് ചില സർവകലാശാലകളുടെ VC നിയമനം, സെനറ്റ് നിയമനം, അങ്ങനെ ചില ഇഷ്യൂ ബേസ്ഡ് ആയിരുന്നു. എന്നാൽ ഇപ്പൊ ആർലേക്കർ സ്വീകരിക്കുന്ന ഒരു സമീപനം, അത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഗവൺമെന്റിനോട് വളരെ പ്രോയാണ്. വേണമെങ്കിൽ ഈ ഗവൺമെന്റിന്റെ എന്തെങ്കിലും ഫണ്ട് കിട്ടാൻ ഉണ്ടെങ്കിൽ അതിന് ഡൽഹിയിലേക്ക് പോകാനോ നിർമ്മലാ സീതാരാമനോടൊപ്പം പിന്നെ ആ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാനോ ഇനി കേരള മുഖ്യമന്ത്രിക്ക് ഒരു വിരുന്ന് കൊടുക്കാനൊന്നും മൂപ്പർക്ക് ഒരു പ്രശ്നമില്ല. ആ അർത്ഥത്തിൽ സ്മൂത്താണ്. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തതിനേക്കാൾ വലിയൊരു അപകടം ഈ ഗവർണർ ചെയ്യുന്നത്, ഇദ്ദേഹം വളരെ പച്ചയ്ക്ക് RSSന്റെ ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു RSS കാര്യാലയമാക്കി കേരളത്തിന്റെ രാജ്ഭവനെ മാറ്റാൻ ശ്രമിക്കുന്നതാണ്. ഇവിടെ സ്മൃതി ചോദിച്ചൊരു തലമുണ്ട്. അതോടൊപ്പം ഇതിന്റെ അക്കാഡമികമായ ഒരു ചിത്രം ചൂണ്ടിക്കാണിക്കുന്നു. ഭഗവദ്ധ്വജം കയ്യിലേന്തിയ സിംഹത്തിന്റെ അരികിൽ നിൽക്കുന്ന എത്രയോ നാളുകളായി RSS അവർ സങ്കല്പിക്കുന്ന ദേശീയതയുമായി ബന്ധപ്പെട്ട ഭാരതാംബയുടെ ഒരു പ്രതീകം എന്ന നിലയ്ക്ക് ഒരു ചിത്രം വെക്കുന്നു. എന്നിട്ട് ഇവിടെ വന്ന് പുഷ്പാർച്ചന നടത്തി നിങ്ങളൊക്കെ നിങ്ങളുടെ ദേശക്കൂറ് ബോധ്യപ്പെടുത്തി പോയിക്കോളണം, അതല്ലെങ്കിൽ നിങ്ങളെയൊക്കെ രാജ്യവിരുദ്ധരായി കണക്കാക്കുമെന്ന ഉത്തരേന്ത്യയിൽ പണ്ട് കാലത്ത് ഇവർ ചെലവാക്കിയ ഈ ചിത്രത്തിന്റെ മുൻപിൽ പുഷ്പാർച്ചന നടത്തണം, ഭാരത് മാതാ കീ ജയ് എന്ന ഞങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യം ഏറ്റുവിളിച്ചോളണം, അതല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോയിക്കൊള്ളണം എന്ന അപകടകരമായ ആ ഒരു ദേശീയതയുടെ നരേഷന്റെ പ്രചരണവേദിയായി കേരളത്തിന്റെ രാജ്ഭവൻ മാറുന്നു എന്നാണ്. ഇപ്പോ ഇവിടെ BJPയുടെ നേതാവ് ഇവിടെ മിനിറ്റുകളോളം അദ്ദേഹം സ്മൃതിയോട് തർക്കിച്ചു. ഇപ്പോ ഇന്ത്യയുടെ ഭരണഘടന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആയി പറയുന്നത് നിങ്ങൾ ഈ രാജ്യത്തിന്റെ ദേശീയ പതാകയെ, ഈ രാജ്യത്തിന്റെ ദേശീയ ഗാനത്തെ ആദരിക്കണമെന്നാണ് എന്ന് മാത്രമാണ്. ഈ ചൂണ്ടിക്കാണിക്കുന്ന ചിത്രമെന്നല്ല സമാനമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഭാരതാംബയുടേത് എന്ന് പറയുന്ന ഒരു ചിത്രം പോലും ഇന്ത്യയുടെ ദേശീയതയുടെ പ്രതീകമായി നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചിട്ടില്ല. ഇനി കണിശമായി ഭരണഘടന നിങ്ങൾ ആദരിക്കണം എന്ന് പറഞ്ഞ ദേശീയ ഗാനത്തിന്റെ കാര്യത്തിൽ ഞാൻ അധികം സമയമെടുക്കില്ല. നമ്മുടെ ഈ ദേശീയത എത്രമാത്രം സഹിഷ്ണുതാപരമാണ് എന്ന് ബോധ്യപ്പെടാനാണ്. ആ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് പോയ ഒരു കേസ്, ബോബി ഇമാനുവൽ കേസ്, രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ മുൻപാകെ വന്നിരുന്നു. 1986 അതിനകത്തെ ചരിത്രപരമായ വിധി പുറപ്പെടുവിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി അവസാനം എഴുതി വെച്ച 3 വാചകങ്ങളുണ്ട്. അവർ ട്രഡീഷൻ ടീച്ചേഴ്സ് ടോളറൻസ്, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്ഹോൾഡ്സ് ടോളറൻസ് ആൻഡ് അവർ ഫിലോസഫി പ്രിച്ചസ് ടോളറൻസ് എന്നാണ്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ഭരണഘടന, നമ്മുടെ തത്വശാസ്ത്രങ്ങൾ എല്ലാം ഉയർത്തിപ്പിടിക്കുന്നത് സഹിഷ്ണുതയാണ്. ആ ദേശീയ ഗാനം ആലപിക്കപ്പെടുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ? അത് മതി. അതിന്റെ വരികൾ ഉച്ചരിക്കുന്നത് ആ മനുഷ്യരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തും എന്ന് അവർ ഭയപ്പെടുന്നുവെങ്കിൽ അവർ നിശബ്ദമായിരുന്നു കൊള്ളട്ടെ എന്ന് യഹോവ സാക്ഷികളിൽപ്പെട്ട 3 വിദ്യാർത്ഥികൾ ഈ രാജ്യത്താകെ എടുത്താൽ ഒരു 50,000-അപ്പുറത്ത് വരാത്ത ഇന്ത്യയിലെ ഒരു മൈക്രോ മൈനോറിറ്റിയുടെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി എടുത്ത നിലപാടുണ്ട്. ജനാധിപത്യപരമാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. തീർച്ചയായും ഇനി ദേശീയ പതാക 2002 വരെ ഇവരുടെ ഈ RSSന്റെ കാര്യാലയത്തിൽ നമ്മുടെ ഭരണഘടന നിങ്ങൾ ആദരിക്കണേ എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയിട്ടില്ല. അതിന് ഈ പഴയ നുണ പറയേണ്ട മറുപടിയായിട്ട് അഡ്വക്കേറ്റ് ഷിബു മീരാൻ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ ദേശീയ പതാക വെക്കാൻ അതുവരെ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ അത് അനുവദിച്ച 2002 RSS കാര്യാലയത്തിന് മുന്നിൽ പതാക എത്തിയതെന്നാണ്. സ്മൃതി അത് പറഞ്ഞു കാണുമെന്ന് എനിക്കറിയാം. ഞാൻ കാര്യം ചർച്ച കണ്ടില്ല, പക്ഷെ ഇതൊരു ന്യായമായി പറഞ്ഞിട്ടുണ്ടാവും എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. സ്മൃതി ഒരു കാര്യം മനസ്സിലാക്കണം, 2002 അമൈൻമെന്റിന് മുൻപ് സ്വകാര്യ സ്ഥലങ്ങളിൽ
ആഘോഷ ദിവസങ്ങൾ, സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം, അതേപോലെ തന്നെ ഗാന്ധി ജയന്തി കൂടിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. ദേശീയ പതാക ഉയർത്തുന്നതിന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു തരത്തിലുള്ള വിരോധനവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഇവരെങ്ങനെ 950 ഉയർത്തിയത് ഒന്ന് പറഞ്ഞേ. 2002 കൊണ്ടുവന്ന ഭേദഗതി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇത് ഉയർത്താൻ ഇനിമേൽ അനുവാദമുണ്ട് എന്നാണ്. നമ്മളൊക്കെ 2002 മുൻപ് എന്റെ സ്മൃതി എത്രയോ ക്ലബ്ബുകളിൽ, നാട്ടിൽ എത്രയോ സാംസ്കാരിക സംഘടനകൾ ദേശീയ സ്വാതന്ത്ര്യദിനത്തിനും റിപ്പബ്ലിക് ഡേക്കും ദേശീയ പതാക ഉയർത്തിയപ്പോ അന്ന് തിന്ന മിഠായിയുടെ മധുരം എന്റെ സ്മൃതിയുടെ ഒക്കെ നാവിൽ ഇപ്പോഴും ഉണ്ടാവില്ലേ? ഇവർ ഈ പറയുന്ന ഇവർക്ക് ഈ പതാകയോട് പകയാണ്, ഇതിനെ അംഗീകരിക്കില്ല. അനധിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ ഇന്ത്യയുടെ ദേശീയ പതാക മാറി അത് കാവി പതാകയായേക്കാം എന്ന് പ്രസംഗിച്ച ഒരാൾ KS ഈശ്വരപ്പ, BJP നേതാവാണ്. മറ്റൊരാൾ കല്ലടുക്ക പ്രഭാകർ, RSSന്റെ നേതാവാണ്. അബ്കി ബാർ 400 പാർ എന്ന് ആർത്ത് വിളിച്ചത് എന്തിനാ? ഈ ദേശീയ പതാക ഭഗവത്വജമാക്കാനാണ്. ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിച്ച് സവൽക്കർ സ്വപ്നം കണ്ടതുപോലെ മനുസ്മൃതിയിൽ ആധാരമാക്കിയ ഒരു ഭരണഘടന. അപ്പൊ ഒരു കാര്യത്തിൽ RSS ദയവ് ചെയ്ത് നിങ്ങൾ ഈ ദേശീയതയുടെ മൊത്തക്കച്ചവടം ഏറ്റെടുക്കരുത്. ഇന്ത്യയുടെ ദേശീയത ഈ ലോകം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിലൂടെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. അന്നാട്ടിൽ അക്കാലത്ത് നാട്ടിലെ എല്ലാ മനുഷ്യരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചരിത്രം നന്നായി ഓർത്തു വെക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ പ്രശ്നം സ്മൃതി, ഇവിടെ ഇപ്പൊ ഒരു സ്ട്രൈറ്റ് ഫൈറ്റ് എന്ന നിലക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് ആരിഫ് മുഹമ്മദ് ഖാന്റെ അജണ്ടയേക്കാൾ അപകടകരമാണ്. നേർക്കുനേരെ ഗുരുമൂർത്തി വന്ന് പ്രസംഗിക്കുന്നു. ഇപ്പൊ ഒരു ചിത്രം ചൂണ്ടിക്കാണിച്ചിട്ട് കേരളത്തിന്റെ ഗവർണർ ഇതാണ് ദേശീയ ഭാരതാംബ, ഇവിടെ പുഷ്പാർച്ചന, ഞാൻ പറഞ്ഞാൽ ആദ്യം ആവർത്തിക്കുന്നില്ല. ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു സമീപനത്തിന്റെ അപകടമുണ്ട്. ഇപ്പോ CPMന്റെ നേതാവ്, ഞാൻ ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ ചർച്ച കേട്ടപ്പോ, ഇപ്പോൾ ഈ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്നാവശ്യപ്പെടുന്നത് CPIയുടെ ബ്രാഞ്ച് കമ്മിറ്റികൾ അടുത്ത ദിവസം നടത്താനിരിക്കുന്ന സമരം CPIക്ക് ഞങ്ങൾ ഉറച്ച പിന്തുണ കൊടുക്കുന്നു, അവരെടുക്കുന്ന നിലപാടിനെ അംഗീകരിക്കുന്നു. എന്നാൽ CPI ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം, CPM ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഒളിച്ചു കളിക്കാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പണ്ഡിത്തരം വിഷയം നമ്മൾ കേട്ടതാണ്. ഊരിപ്പിടിച്ച വാളും കാണാനില്ല, ഉയർത്തിപ്പിടിച്ച കഠാരയും കാണാനില്ല. അതിന്റെ ഇടയിലൂടെ നടന്നു വരുന്ന ഈ വീരപുരുഷൻ ഇതുവരെ അതിലൊരു പ്രായോഗിക തലമുണ്ടല്ലോ അതിലൊരു പ്രായോഗിക തലമുണ്ട്. ഭരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അവസാന വർഷത്തെ അവസാന മാസങ്ങളിലാണ്. അപ്പോൾ ഭരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ് ഗവർണർമാർ എന്നുള്ളത് നമ്മുടെ മുൻ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊരു പ്രായോഗികത കൂടി കണ്ടുകൊണ്ടുള്ള ഒരു സമീപനം ഞങ്ങൾ പുറത്ത് പ്രതിഷേധിക്കുന്നു, മാധ്യമങ്ങളോട് പറയുന്നു, അവിടെ നിർത്തുകയാണ്. പെട്ടെന്ന് പറയാം, ഈ തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോയി അവരുടെ ഗവർണർക്കെതിരെ ചരിത്രപ്രസിദ്ധമായ ഒരു വിധി ഇന്ത്യയുടെ ഫെഡറലിസത്തെ കുറിച്ച് സംസാരിച്ച് അവർ വാദിച്ച് നേടിയെടുത്തു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോലും നമ്മൾ ചർച്ച ചെയ്തു. അന്ന് വൈകിട്ടത്തെ ചാനൽ ചർച്ച സ്മൃതി ശ്രദ്ധിച്ചറിയാം. അന്ന് CPMകാർ മുഴുവൻ വന്നിട്ട് തമിഴ്നാടിനോടൊപ്പം ഈ പോരാട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഞാനും അളിയനും കൂടി അങ്ങാടിയിൽ തല്ലുണ്ടാക്കി എന്ന് പറഞ്ഞു. തള്ളിയത് മുഴുവൻ അളിയന. അടി എന്ന് കേട്ടപ്പോൾ ഈ പറയുന്ന ഞാൻ ഓടി ഒളിച്ചു എന്ന് പറഞ്ഞ പോലെ ഞങ്ങളും തമിഴ്നാടും കൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്ന മട്ടിലായിരുന്നല്ലോ CPMന്റെ ഒരു പ്രചരണം ഉണ്ടായിരുന്നത്. ഇത്തരം ഭരണം സുഗമമായി നടത്തി ബില്ലുകളുമായി ബന്ധപ്പെട്ട് ഗവർണർക്കെതിരെ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ സംസ്ഥാന സർക്കാർ. അത് ഇവരുടെ കടത്തിന്റെ പരിധി ഉയർത്തി കിട്ടാനുള്ള കാര്യങ്ങൾക്കാണ് ഇവര് പോകുന്നത്. ഇവര് ഡൽഹിക്ക് മടിക്കടി പോകുന്നത് അതിനു വേണ്ടിയിട്ട്, അതല്ലാതെ ഇവിടെ അങ്ങാടിയിൽ ഒരു പ്രതിഷേധവും ബില്ലുകളുടെ കാര്യത്തിലും പോയിട്ടുണ്ട്. അരുൺ, എന്റെ അവസരം ഞാൻ ഇപ്പൊ പൂർത്തിയാക്കിയേക്കാം. ഇത് ഞാൻ പറയുന്നത് കൃത്യമായ നിങ്ങളുടെ നിലപാട് എവിടെ? ഇത് ഭരണത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഗവർണർമാരുടെ മുട്ടിലെഴണം എന്ന് CPM സമ്മതിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏറ്റുമുട്ടി ഫൈറ്റ് ചെയ്ത് ഒരു തരി പോലും തങ്ങളുടെ മണ്ണിന്റെ പാരമ്പര്യം അടിയറ വെക്കാതെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന തമിഴ്നാടിന്റെ തോളത്ത് കൈയിട്ടിട്ട് ഞാനും ഇവരും കൂടി എന്ന വർത്തമാനം പറയും. ഇത് ഭരണം സുഗമമായി നടത്തിക്കാനൊന്നുമല്ല. ഇത് വളരെ കൃത്യമായ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ CPM ഏർപ്പെടുന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണമാണിത്. അല്ലെങ്കിൽ CPI ആയിരുന്നില്ല കത്തയക്കേണ്ടത്, CPMും അതിന്റെ കൂടെ ഉണ്ടാകണമെന്ന് ഞങ്ങളോട് ചോദിച്ചോ, ഞങ്ങൾ ധൈര്യമായിട്ട് ഇതിനു വേണ്ടിയാണ്. MA ബേബിയുടെ വാചകം CPIയുമായി മത്സരത്തിനില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രതിഷേധത്തിന്റെ ശക്തിയുമായി ബന്ധപ്പെട്ടാണോ അങ്ങനെ ഒരു മത്സരത്തിനില്ല എന്ന് പറഞ്ഞതെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അരുൺകുമാർ മറുപടി നൽകാം. അതിനു മുമ്പ് ഡോക്ടർ മോഹൻ വർഗീസിലേക്ക്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതൊരു രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ ഇങ്ങനെ ഒരു മതചിഹ്നം പ്രദർശിപ്പിക്കാമോ? അങ്ങനെ ഗവർണർ അങ്ങനെ അതിന്മേൽ പൂവിട്ട് പൂജിക്കുന്നു എന്ന് മാത്രമല്ല, മന്ത്രിമാരും അത് ചെയ്യണമെന്ന ഒരു ആലോചന നടത്താമോ? അത് ഭരണഘടനാ ലംഘനമല്ലേ? രാഷ്ട്രപതി യഥാർത്ഥത്തിൽ ഇത് ഇടപെടേണ്ട വിഷയമല്ലേ?
കതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. ഇങ്ങനൊരു ചിത്രം, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഭാരതമാതാവിൻ്റെ ചിത്രം ആണോ അത് എന്നൊരു സന്ദേഹമുണ്ടാകാം. ത്രിവർണ്ണ പതാക ഏന്തിയ ഭാരതമാതാവ് മാത്രമേ യഥാർത്ഥത്തിൽ ദേശീയതയെ ദ്യോതിപ്പിക്കുന്ന ഭാരതമാതാവുള്ളൂ, അതോ ഏത് രൂപത്തിൽ ഭാരതമാതാവിൻ്റെ ചിത്രം അവതരിപ്പിച്ചാലും അത് ഭഗവധ്വജം ഏന്തിയാൽ പോലും അത് അംഗീകരിക്കണം എന്ന ഒരു വാശി ഒരു വശത്ത്, മറുവശത്ത് ഭഗവധ്വജമേന്തിയ ഭാരതമാതാവിനെ അംഗീകരിക്കില്ല, എന്നാൽ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ തീർച്ചയായും അംഗീകരിക്കാം. ഈ നിലപാടിൽ ഭരണപക്ഷവും നിൽക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസും ഇടത് കക്ഷികളും നിൽക്കുന്നു. ഇവിടെ ഒരു കാര്യത്തിലെങ്കിലും ഒരു ധാരണയുണ്ട് എന്നാണ് സ്മൃതി ഞാൻ കരുതുന്നത്. ഇവിടെ ഒരു രാജ്യത്തെ ഒന്നിച്ചു നിർത്തുന്നതിൽ, ദേശീയതയെ പ്രജ്വലമായി കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരു അമൂർത്തമായ ആശയത്തിന് ഭാരതമാതാവ് എന്നത് ഒരു അബ്സ്ട്രാക്ഷനാണ്, ഒരു ആശയമാണ്, ഒരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റിൻ്റെ ഒരു ആവശ്യകതയെക്കുറിച്ച് ആരും വിരുദ്ധമായ അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കോൺസെപ്റ്റ് എങ്ങനെയാണ് മൂർത്തിമത് ഭാവം കൈവരിക്കുന്നത്? ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മുടെ ഭരണഘടനയിൽ ഭാരതമാതാവ് എന്നൊന്നില്ലല്ലോ. രാജ്യം എല്ലാ കാര്യത്തിലും സ്മൃതി, ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ആവിഷ്കരിക്കാവൂ എന്നില്ല. പക്ഷേ ഔപചാരികമായ ഒരു ചടങ്ങിൽ നികുതിദായകന്റെ പണം കൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ സമിതികളിൽ, രാജ്ഭവൻ പോലെയുള്ള കേന്ദ്രത്തിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് രൂപമാകുന്നതിൽ കുഴപ്പമില്ല എന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ ഭാരതമാതാവ് എന്ന സങ്കല്പത്തെ ആരും തന്നെ വിമർശിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിനൊരു ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി കൂടിയാണ്. ഇതിനകത്തൊരു ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ കാലഘട്ടം മുതൽ തന്നെ, പ്രകൃതി ആരാധന ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ അമ്മ ആരാധനയും ഉണ്ടായിരുന്നു. ആ ഒരു ഭൂമിയെ അമ്മയായി കണ്ടുകൊണ്ട് ഭൂമിയെ ആരാധിക്കുന്ന, സർവം സ്വഹയായ ഭൂമി എന്നൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അത് ഇൻഡസ് വാലി, പോസ്റ്റ് ഇൻഡസ് വാലി പീരീഡിലും അതേ കാര്യം തുടർന്നു. അത് കേരളത്തിലെ ചേരന്മാരുടെ കാലത്ത് കൊറ്റവ എന്ന ദേവീ സങ്കല്പം, അത് തീർച്ചയായും ഒരു സ്ത്രീ സങ്കല്പം കൂടിയായിരുന്നു. ഭാരതാംബയുടെ കയ്യിൽ എന്താണ് എന്നുള്ളതാണ്, ആ കൊടിയെക്കുറിച്ചാണ് പ്രശ്നം. ആ കൊടിയെക്കുറിച്ചാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ ഇവിടെ ഉയരുന്ന അടിസ്ഥാനപരമായ ചോദ്യം, രാജ്ഭവൻ എന്ന വേദി എന്ന പശ്ചാത്തലം, ഇങ്ങനെയൊരു ബിംബം അല്ലെങ്കിൽ ഒരു ചിത്രം അതിൻ്റെ പശ്ചാത്തലത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട്, നിലവിളക്ക് കൊടുത്തിക്കൊണ്ട് അവിടുത്തെ മീറ്റിങ്ങുകൾ, അതിന് ഔപചാരിക സ്വഭാവമുള്ള മീറ്റിംഗാണ്. ഔപചാരിക സ്വഭാവമുള്ള മീറ്റിങ്ങിനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകണം, പശ്ചാത്തല ചിത്രം ഉണ്ടാവണം എന്ന് നിഷ്കർഷിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഭാരതമാതാവിൻ്റെ ചിത്രം അവിടുന്ന് മാറ്റണം എന്ന് പറഞ്ഞാൽ ആ ഒരു ചിത്രത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ, ഭഗവധ്വജം എന്തി നിൽക്കുന്ന ഭാരതമാതാവ് കുറച്ചുകൂടെ, അത് ആരുടെ സൃഷ്ടിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഭാരതമാതാവ് 1900 ആ ചിത്രം, ആദ്യ ചിത്രം എന്ന് പറയുന്നത് 1905 വന്ന ചിത്രമാണ്. അതിനുശേഷം എത്രയോ ചിത്രങ്ങൾ മാറ്റി വരച്ചതാണ്. നമ്മളിതിൻ്റെ കഥയൊക്കെ 1873 ആദ്യ സങ്കല്പം ഭാരതമാതാവ് എന്നത് ഒരു നോവലിൽ വരികയാണ്. അത് ഭഗവധ്വജം ആരുടെ അടയാളമാണ്, ആരുപയോഗിക്കുന്ന അടയാളമാണ്, ചിഹ്നമാണ്. അതുകൊണ്ടാണ് ഭഗവധ്വജം എന്ന ആ ഒരു കൊടി അവിടെ ഭാരതമാതാവിൻ്റെ കയ്യിൽ, അതായത് ഈ പുലിപ്പുറത്ത് അല്ലെങ്കിൽ സിംഹാരൂഢയായി നിൽക്കുന്ന ഒരു വിശാല ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ, അതൊരു അഖണ്ഡ ഭാരത സങ്കല്പമാണ്. ആ സങ്കല്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ വിഷ്ണു പുരാണം ഇനാക്ട് ചെയ്യപ്പെടുന്ന രീതിയാണ്. ആ ഭൂമി ഏതെല്ലാം ഭാഗത്താണ് ഭൂമി, ഭാരതം എന്ന ഭൂമി കിടക്കുന്നത്, ആ വിഷ്ണു പുരാണത്തിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ അതിനകത്ത് കാണാം. വേണമെങ്കിൽ അത് ആരോപിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ഇടത് ഹാൻഡിലുകളിൽ നിന്ന് ആരോപണം ഉണ്ടാകുന്നത്. ആ ഒരു ചിത്രത്തിൻ്റെ ഒരു യുക്തി, ആ യുക്തിയെക്കുറിച്ച് തീർച്ചയായും ഡിബേറ്റബിൾ പോയിന്റ് തന്നെയാണ്. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശീയത ഉയർത്തിപ്പിടിക്കുന്നതിന് സ്വാതന്ത്ര്യ സമര കാലത്ത് വളരെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം. ആ സങ്കല്പം ഒരു റെസിസ്റ്റൻസിൻ്റെ, ഒരു അന്തസ്സിൻ്റെ, അഭിജാത്യത്തിൻ്റെ ഒക്കെ മാതൃത്വത്തിൻ്റെ, മാതൃശക്തിയുടെ ഒരു രാജ്യം ഒന്നാണ് എന്നതിൻ്റെ, നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് സ്മൃതി ഒരു രാജ്യം ഇന്നത്തെ രൂപത്തിൽ രാജ്യം സൃഷ്ടിച്ചെടുത്തത്, കഷ്ടപ്പെട്ടിട്ടല്ലേ? ആ ഒരു കഷ്ടപ്പാടിനെ ഒരു പ്രതിഫലനം എന്ന രീതിയിൽ ഭാരതമാതാവ് എന്ന സങ്കല്പം ഉപയോഗിക്കുന്നതിനോട് ഞാനെതിരല്ല. പക്ഷേ അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് രൂപമുണ്ടാകണം.
അതൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിക്കാതെ സ്റ്റാൻഡർഡൈസ്ഡ് രൂപം ഉണ്ടാക്കണം. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നത് ഒരു പരിധിവരെ നല്ലതാണ്. കാരണം അപ്പോഴാണ് ഇതിൻ്റെ സ്റ്റാൻഡർഡൈസേഷനെ കുറിച്ച് ത്രിവർണ്ണ പതാകയാണോ അതോ ത്രിവർണ്ണ പതാകയുടെ രൂപമുള്ള സാരി ധരിക്കുന്ന ഭാരതമാതാവാണോ വേണ്ടത്, അവിടെ സിംഹത്തിൻ്റെ സ്ഥാനം എന്തായിരിക്കണം, ഭാരതത്തിൻ്റെ ജിയോഗ്രാഫിക്കൽ ഇന്ത്യയുടെ രൂപം അതിലെങ്ങനെയാണ് ഇനാക്ട് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം കൂലങ്കഷമായ ചർച്ചകൾ ഉണ്ടാകുന്നതിന് ഈ സംഭവം രാജേന്ദ്ര അർലേക്കർ ഈ ഒരു കടുത്ത നിലപാടെടുത്തത് ഒരു കാരണമാകുമെങ്കിലും പി പ്രസാദ് ഉഗ്രമായി പ്രതിഷേധിച്ചുകൊണ്ട് മറ്റൊരിടത്തേക്ക് ചടങ്ങ് മാറ്റിയത് ഇതിനൊരു നാന്ദിയാകുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് ദേശീയത നിലനിർത്താൻ ഒരു രാജ്യമെന്ന നിലയിൽ 78 വർഷത്തെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഫിസിപ്പറ സെനൻസീസ് ഉണ്ടാകും. അപ്പം ദേശീയതയെ നമുക്ക് ഉജ്ജ്വലമായി പ്രതിഫലിപ്പിച്ച് നിർത്തണം. അതിൻ്റെ കുത്തക ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി മാത്രം ഏറ്റെടുക്കുന്നത് ശരിയല്ല. കോൺഗ്രസിന് അതുപോലെ തന്നെ ഇടതുപക്ഷികൾക്കും എല്ലാം തന്നെ അവകാശപ്പെട്ട ഒന്നാണ് ദേശീയത. ഇത് RSS ഉണ്ടാകുന്ന 1925-ലാണ്. അതിന് മുൻപ് തന്നെ ഭാരതമാത എന്ന സങ്കല്പവും ഈ ചിത്രവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഈ ചിത്രമല്ല, ഇപ്പോൾ കാണുന്ന ചിത്രമല്ല, 4 കരങ്ങളുള്ള, അതായത് അത് ഒറിജിനലി വന്ന ആ ഒരു ഈ ടാഗോറിൻ്റെ അനന്തരവൻ വരച്ച ചിത്രം അല്ലേ, ആ ചിത്രത്തിന് 4 കരങ്ങളാണ് ഭാരതമാതാവിന്. എന്ത് മനോഹരമായ ചിത്രമാണ്. അതിൽ ഒരു കരത്തിൽ ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ ദാളിയോല ഗ്രന്ഥമാണ്, മറ്റൊരു കരത്തിൽ ജപമാലയാണ്, മറ്റൊന്നിൽ വെള്ള വസ്ത്രമാണ്, ശുഭ്ര വസ്ത്രമാണ്, മറ്റൊന്നിൽ കതിരാണ്, പ്രത്യുൽപാദനത്തിൻ്റെ ഉൽപാദനക്ഷമതയുടെ ചിഹ്നമായ കതിരാണ്. ഇതെല്ലാം ചേർക്കുന്ന ഭാരതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെയും ഭക്തിയുടെയും നന്മയുടെയും എല്ലാം പ്രതീകമാകുന്ന ഭാരതാംബ, ആ ഭാരതാംബയെ കാലോചിതമായി പല പരിഷ്കാരങ്ങളും വരുത്തി. അപ്പം 3-4 പ്രധാനപ്പെട്ട ആളുകളെങ്കിലും, അതായത് KL ശർമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ വരയ്ക്കുകയാണ്, ഭാരതമാതാവിൻ്റെ ചിത്രം വരയ്ക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ പൊതുമണ്ഡലത്തിലുള്ളതാണ്. അതിൽ താങ്കൾ ഈ സങ്കല്പത്തെ, ഈ ആശയത്തെ അംഗീകരിക്കുന്നു. പക്ഷേ ഭഗവത്വജം എന്ന മതചിഹ്നം അത് വന്നതിൽ മാത്രമാണ് താങ്കൾക്ക് നേരിയ അഭിപ്രായ വ്യത്യാസം എന്ന് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അപ്പോൾ താങ്കൾ നേരിയ അഭിപ്രായ വ്യത്യാസം അല്ല. ഒരു സെക്കൻഡ് സ്മൃതി, പറഞ്ഞോളൂ. ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. നേരിയ അഭിപ്രായ വ്യത്യാസമല്ല, സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയുള്ള ഒരു ഡിബേറ്റ് നേഷൻ വൈഡായി ഭാരതമാതാവ് ഇതൊരു നമുക്ക് ആവശ്യമാണ്. ഈ ചിഹ്നം, ഈ സങ്കല്പം നമുക്ക് ആവശ്യമാണ്. ഒരു സ്റ്റാൻഡർഡൈസേഷൻ ആവശ്യമായി വരുന്നു. അത് തീർച്ചയായിട്ടും നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കേണ്ടതാണ്. പാർട്ടിയുടെ വേദികളിലല്ല, ദേശീയതയുമായി ബന്ധപ്പെട്ട ഔപചാരിക ചടങ്ങുകൾ ഉൾപ്പെടെ ഭരണഘടനയിൽ ഭാരതമാതാവിനെ കുറിച്ച് പരാമർശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു സങ്കല്പം ഉപയോഗിക്കപ്പെടേണ്ടതാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, കൂടുതൽ ചിഹ്നങ്ങൾ ഇതിപ്പോൾ സാഹിത്യകാരന്മാർക്ക്, എഴുത്തുകാരന്മാർക്ക്, ചിത്രകാരന്മാർക്ക് അവരുടെ ഭാവനയിൽ ഭാരതമാതാവിനെ ഏത് രൂപത്തിലും ഭംഗിയായി വരയ്ക്കാം, ഏത് രൂപത്തിലും ഭംഗിയായി സാഹിത്യത്തിലൂടെ അവതരിപ്പിക്കാം. അത് ഈ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്ന രൂപത്തിലേക്കൊക്കെ താങ്കൾ കൊണ്ടുവരുന്നത് ഈ ഘട്ടത്തിൽ അതാണോ യഥാർത്ഥത്തിൽ അനിവാര്യം? ഇവിടെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് തന്നെ ആശങ്ക നിൽക്കുന്ന ഒരു കാലത്ത് ഇവിടെ ഭൂരിപക്ഷമാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? ജനാധിപത്യം അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അവിടെയാണ് ഒരു മതചിഹ്നം അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട്, അതിൽ സ്വാഭാവികത കൽപ്പിച്ചുകൊണ്ട് അത് ഔദ്യോഗികമാക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ വളരെ സ്വാഭാവികതയിൽ കാണാൻ പറ്റുമോ? അതിൽ രാഷ്ട്രപതി ഇടപെടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ഇല്ല, രാഷ്ട്രപതിക്ക് ഇടപെടാൻ തക്ക ഒരു സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഒരു ഫെഡറൽ എൻക്രോച്ച്മെന്റ് ഉണ്ടാകണം. ഇവിടെ നോക്കൂ, ശ്രീ രാജേന്ദ്ര അർലേക്കറും അതുപോലെ അതിന് തൻ്റെ മുൻഗാമിയായ ആരിഫ് മുഹമ്മദ് ഖാനും വ്യത്യസ്തമായ പൊളിറ്റിക്കൽ DNA പേർന്ന ആളുകളാണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഗ്രൂമിംഗ് കോൺഗ്രസിനുള്ളിലൂടെയായിരുന്നു. അദ്ദേഹം സംഘ് പരിവാറിലൂടെ കടന്നു വന്ന ഒരാളല്ല. പക്ഷെ രാജേന്ദ്ര അർലേക്കർ വ്യത്യസ്തനാണ്. അദ്ദേഹം ശാന്തനാണ്, സൗമ്യനാണ്. അദ്ദേഹം ഒരു വലിയ പ്രതീക്ഷയാണ്, ഇടതുപക്ഷങ്ങൾ ഉൾപ്പെടെ വലിയ പ്രതീക്ഷയാണ് നൽകിയത്. പക്ഷേ ഇവിടെ ഒരു ഫെഡറൽ തത്വം അട്ടിമറിക്കാൻ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് മുൻ ഗവർണർ പെരുമാറി എന്ന ആരോപണം നിൽക്കുന്നു. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഒരു കൾച്ചറൽ ഇൻറോഡ്സ് കേരളത്തിൻ്റെ മേൽ, കേരളത്തിൻ്റെ ഒരു വ്യവസ്ഥിതിക്ക് മേൽ ഒരു കൾച്ചറൽ എൻക്രോച്ച്മെന്റ്, കൾച്ചറൽ അഗ്രഷൻ, അതിനുള്ള വേദിയായി രാജ്ഭവൻ മാറുന്നു എന്ന ആഴത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ രാജ്ഭവൻ നേരിടുന്നത്. അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്ന നിലയിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ആരോപണം രാജ്ഭവൻ നേരിടുമ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും മാത്രമേ ഉള്ളൂ. ശരി, അനിൽകുമാർ, ഞാനിങ്ങനെ കൗതുകത്തോടെ വീക്ഷിക്കുകയായിരുന്നു. ശങ്കുട്ടിദാസ് പറഞ്ഞ കാര്യങ്ങളോട് ഒരിക്കൽ പോലും ഖണ്ഡിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാനോ താങ്കൾക്ക് ഒരു ആലോചനയുണ്ടായി. നല്ല ക്ഷമയോടെ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഷിബു മീരാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് താങ്കൾ കൈപൊക്കിയെന്നാണ് ഞാൻ കണ്ടത്. പറഞ്ഞോളൂ. ഇപ്പോൾ ഷിബു മീരാന് മറുപടി നൽകാം. ശങ്കുട്ടിദാസ് പറയുന്ന കാര്യങ്ങൾ ഇതിൽ ഒരു തരത്തിലും ഭരണഘടനാ വിരുദ്ധതയില്ല എന്നുള്ളതാണ്. ഇത് ദേശീയതയുടെ അടയാളമായി തന്നെ അതിനെ കാണുകയാണ്. അതിൻ്റെ സ്വാഭാവികതയിൽ എല്ലാവരും കാണണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അന്തസത്ത.
ഇല്ല, ശങ്കുട്ടിദാസ് ഒരു അഭിഭാഷകനാണല്ലോ. ശരിക്കും 3 വർഷം അല്ലെങ്കിൽ 5 കൊല്ലം LLB പഠിച്ച അഭിഭാഷകനായി ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട ഒരാളാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം BJPയുടെ പ്രതിനിധി എന്ന രൂപത്തിൽ ഇവിടെ വന്നിരുന്ന് തനി ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഭരണഘടനയിൽ ഒരിടത്തും ഭാരതാംബ എന്നുള്ള സങ്കല്പമില്ല. അതൊരു പ്രതീകമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും തരത്തിൽ RSS വിഭാവനം ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന അവരുടെ അജണ്ട പ്രകാരം ഉള്ള കൊടിയും പിടിച്ച് ഇന്ത്യയുടെ ശരിക്കുമുള്ള ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തിയിൽ നമ്മളെല്ലാം അംഗീകരിച്ച അതിർത്തിക്ക് വിരുദ്ധമായി ഒരു രൂപം വച്ച് നടത്തുന്ന പ്രചരണം, അതും ഒരു പരിസ്ഥിതി ദിനം പോലെ ഗവൺമെന്റ് കൃത്യമായി നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഒരു പദ്ധതി, ആ പദ്ധതിയിൽ ഭരണഘടനാപരമായിട്ട് മാത്രം പ്രവർത്തിക്കേണ്ട രാജ്ഭവന്റെ ഉള്ളിൽ ഗവർണർ തന്നെ ഇത്തരത്തിലൊരു അജണ്ട മുന്നോട്ട് വയ്ക്കുകയും ഗവൺമെന്റ് അത് നിഷേധിച്ചപ്പോൾ രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയുടെ അജണ്ട നിർണ്ണയിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ട് എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുത്ത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതിനെ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും എത്ര ഭരണഘടനാപരമാണെന്ന് പറഞ്ഞാലും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു മതരാഷ്ട്ര നിർമ്മിതിയിലേക്കുള്ള ചുവടുകൾ വെച്ചുകൊണ്ട് ഓരോ അജണ്ടയുമായി ഓരോ ദിവസവും ഇറങ്ങി തിരിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ചെലവിലാണ് ഈ പരിപാടി. അതെ, അതുകൊണ്ട് തന്നെയാണ് അന്തസ്സോടെ, അതെ, സംസ്ഥാന ഗവൺമെന്റിന്റെ ചെലവിൽ നടത്താനാണ് ഉദ്ദേശിച്ചത്. അത് നടത്താൻ കഴിഞ്ഞില്ല. അന്തസ്സോടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു തരത്തിലുള്ള മടിയുമില്ലാതെ ഈ പരിപാടി വേണ്ട, രാജ്ഭവനിൽ വെച്ച് നടത്തേണ്ടതല്ലെന്ന് തീരുമാനിച്ച് പരിപാടി മാറ്റുകയാണ്. പക്ഷെ ലീഗിന്റെ പ്രതിനിധി എന്താ പറഞ്ഞേ? ലീഗിന്റെ പ്രതിനിധി പറയുന്നത് ഈ ഗവർണറോട് CPM-ന് ഭയമാണ്, ഗവൺമെന്റിന് ഭയമാണ്. സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അത് മറ്റൊരു വിഷയത്തിലല്ലേ, നികുതി കിട്ടാത്തതിന്റെ അല്ലേ, വിഹിതം കിട്ടാത്തതിന്റെ അല്ലേ? തീ കൊണ്ട് തല ചൊറിയരുതെന്ന് കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് ആദ്യം സുപ്രീം കോടതി പറഞ്ഞത് സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ബില്ലുകൾക്കുമേൽ അടയിരിക്കുന്നവരായി ഗവർണർമാർ അതമ്പതിക്കരുത് എന്ന് പറഞ്ഞതും കേരളത്തിന്റെ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിക്കെതിരെ കൊടുത്ത കേസിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. നാളെ ഞങ്ങൾ ഏറ്റവും തീവ്രമായിട്ടുള്ള ഇടപെടൽ നടത്തും, ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തും ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞ സുപ്രീം കോടതി പറഞ്ഞതിന്റെ തലേദിവസമാണ് ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ ചില ബില്ലുകളിൽ ഒപ്പിടുകയും ചില ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയക്കുകയും ചെയ്ത സാഹചര്യം. ഈ ഒരു ഘട്ടത്തിൽ പോലും കമാ എന്നൊരു അക്ഷരം പറയാത്തവരല്ലേ ലീഗ്? ഒരു ഘട്ടത്തിൽ പോലും ഈ കേരളത്തിന്റെ ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ ഇത്ര കേട്ടിരുന്നതാണല്ലോ. കേരളത്തിന്റെ തെരുവീതികളിൽ SFI-ക്കാർ തല തല്ലിപ്പൊളിക്കപ്പെട്ട് അതുപോലെ ഇലക്ട്രിക് ലാത്തിയും ജലഭീരങ്കിയുമേറ്റ് നിലത്തു വീണ് ഗവർണറുടെ ഈ അരാഷ്ട്രീയ പ്രവണതയ്ക്കെതിരെ, ഭരണഘടനാ വിരുദ്ധ മതേതര വിരുദ്ധ പ്രവണതയ്ക്കെതിരെ, ഈ ഫെഡറലിസം തകർക്കുന്ന നയങ്ങൾക്കെതിരെ സമരം നടത്തുമ്പോൾ ഒരൊറ്റ ലീഗുകാരനും ആ പരിസരത്തുണ്ടായിരുന്നില്ല. നിങ്ങളും സെനറ്റിലും സിൻഡിക്കേറ്റിലും ഏകപക്ഷീയമായി യൂണിവേഴ്സിറ്റി നിയമങ്ങൾക്ക് വിരുദ്ധമായി ഗവർണർ തിരികെ കയറ്റിയ പേരിൽ ഉൾപ്പെട്ടവരാണ് ലീഗുകാർ, കോൺഗ്രസുകാർ, BJP-ക്കാർക്കൊപ്പം തന്നെ. അന്നെല്ലാം ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ആയിരുന്നു നിങ്ങൾക്ക്. അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ നിങ്ങൾക്ക് കൊല്ലാം. ഒരു ഘട്ടത്തിൽ പോലും നിങ്ങൾ തള്ളി പറഞ്ഞില്ല. ഈ ഗവൺമെന്റിനെ എനിക്കൊരു ചോദ്യം കൂടി. ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്, അതായത് സുപ്രീം കോടതി പോലും ഗവർണറുടെ അധികാരങ്ങൾ എവിടെ വരെയാണ് വരയ്ക്കേണ്ടതെന്ന് കൃത്യമായി നിർണ്ണയിച്ചിരിക്കുന്ന സമയമാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഇത്ര അനുകൂലമായ സമീപനം ഉണ്ടായിട്ടും ഗവർണർമാരുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്തിരുന്ന നിങ്ങളുടെ യുദ്ധം നിങ്ങളിപ്പോൾ അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണ്? ഇത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിക്കാൻ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണമായി പുറത്തേക്ക് വരുന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് നമ്മൾ അത് കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ആർലെക്കറുമായി ബന്ധപ്പെട്ട് അത് ഉണ്ടാകുന്നില്ല? പ്രത്യേകിച്ച് ഈ RSS ആശയങ്ങൾ രാജ്യത്തിന്റെ ആശയമായി അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ. അല്ല, ഒറ്റ കാര്യം, ഇവിടെ മുഖ്യമന്ത്രി ഭരണഘടനാ പദവിയാണ്, ഗവർണർ ഭരണഘടനാ പദവിയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ട ഘട്ടത്തിലെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പൊ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസ് പിൻവലിക്കാൻ കേരളം ആഗ്രഹിച്ചത് തമിഴ്നാടിന്റെ വിധിയിൽ ഒരു പ്രീസിഡന്റായി രാജ്യത്താകമാനം ബാധകമായിട്ടുള്ള വിധി ആയതുകൊണ്ടാണ്. ഒരൊറ്റ കാര്യം പറയട്ടെ, ഈ ഡോക്ടർ മോഹൻ വർഗീസ് നിലത്ത് കിടന്ന് ഉരുളുന്ന അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ നിലപാടും RSS-ന്റെ മുന്നിൽ തൊഴുത് ആ നിലത്ത് വീണ് കാല് പിടിക്കുന്ന ഒരു സമീപനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നല്ലോ. ഇത്തരത്തിലുള്ള ആളുകൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇപ്പൊ മണിപ്പൂരിലടക്കം പാവപ്പെട്ട പെൺകുട്ടികളെ ക്രൂരമായി ആക്രമിച്ച് ബലാത്സംഗം ചെയ്ത് നഗ്നരായിട്ട് നടത്തിയ സംഭവങ്ങളടക്കം 4500 ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ആക്രമണം കഴിഞ്ഞ ഒരു വർഷമായി രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോഴും രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ന്യൂനപക്ഷത്തിനെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണം നടക്കുമ്പോഴും ചില ആളുകൾ ഇതെല്ലാം കണ്ട് അങ്ങ് മയപ്പെട്ട് ആരൊക്കെയോ ഭയപ്പെട്ടുകൊണ്ട് RSS-നെ അങ്ങ് മഹത്വവൽക്കരിക്കുന്ന കാഴ്ച. അദ്ദേഹം എന്താ പറഞ്ഞ? ഗവർണറിൽ വലിയ പ്രതീക്ഷ.
ഒരു ഗവർണറിലും പ്രതീക്ഷിക്കേണ്ട. ഇവരൊക്കെ കൃത്യമായി മതരാഷ്ട്രമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ വേണ്ടി അജണ്ട വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി ഇറങ്ങി തിരിച്ചവരാണ്. ഓരോ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞല്ലോ, ഗവർണർ, ആ ഗവർണറുടെ കൃത്യമായിട്ടുള്ള അധികാരവും പദവിയും ഭരണഘടന പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയാണ് സുപ്രീം. ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തിട്ടോ അവിടെ കൊണ്ടുപോയി പൂവിട്ടിട്ടോ അല്ലെങ്കിൽ ഭരണഘടനയിൽ ഏതെങ്കിലും ആമുഖം വായിച്ചിട്ടോ പരിസ്ഥിതി ദിനം നടത്തണമെന്ന് പറഞ്ഞാൽ താങ്കൾ പറഞ്ഞ വാചകങ്ങൾ വെച്ചിട്ട് അർലേക്കർ കൊള്ളാമെന്ന് പറയാം. പക്ഷേ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു മതരാഷ്ട്ര സങ്കല്പത്തിൽ RSS വിഭാവനം ചെയ്യുന്ന അതേ രൂപത്തിലുള്ള അജണ്ട വെച്ചുകൊണ്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ മനസ്സില്ലെന്ന് പറയാൻ ശേഷിയുള്ള ഗവൺമെന്റും ഭരണകക്ഷിയും അതുപോലെ CPM CPI അടക്കമുള്ള കക്ഷികളുണ്ട്. അല്ലല്ല, ഒരു കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. പരസ്പരം ഒരിക്കലും കൊള്ളാമെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലല്ല, ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അത് ഏത് ഗവർണർമാർ വരുമ്പോഴും ഭരണഘടനാപരമായി കൂടിയാലോചനയിലൂടെ പോകണമെന്ന നയം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. UDF കരട് ചട്ടത്തിനെതിരെ ക്ഷമിക്കണം UGC കരട് ചട്ടത്തിനെതിരെ സർക്കാർ കൺവെൻഷൻ സംഘടിപ്പിച്ചത് അങ്ങോട്ട് പോയി വിസ്തീരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺവെൻഷൻ സംഘടിപ്പിക്കേണ്ടി വന്നു കേട്ടോ എന്ന് അവതരിപ്പിക്കേണ്ട ഒരു അവസ്ഥ എന്താണ്? ഇതൊന്നുമില്ല. ഗവർണർ എന്ന് പറയുന്ന വ്യക്തിയെ ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ ഗവർണർ എന്ന വ്യക്തിയുടെ ഉള്ളിൽ RSSകാരന്റെ അജണ്ടയുമായിട്ട് പുറത്തേക്ക് വന്നാൽ ഞങ്ങൾ പോയി പണി നോക്കാൻ തന്നെ പറയും. അത് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാനോട് എല്ലാ ഘട്ടത്തിലും പറഞ്ഞത്. ഈ ഘട്ടത്തിലും ഞങ്ങൾ അത് പറയും. രാജ്ഭവന്റെ ഉള്ളിൽ അല്ലല്ല, കൃത്യമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ആ രാജ്ഭവന്റെ ഉള്ളിൽ അദ്ദേഹത്തിനുള്ള സൂപ്രമസി ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധവും രാജ്യ താല്പര്യത്തിനെതിരെ എന്ത് ചെയ്താലും ചെയ്യാവുന്ന എല്ലാ മാർഗങ്ങളും ഞങ്ങൾ ചെയ്യും. ശക്തമായി രാഷ്ട്രീയപരമായിട്ടും നിയമപരമായിട്ടും നേരിടും. ഒറ്റ പ്രശ്നം എന്താ, രാഷ്ട്രപതിയെ പിൻവലിക്കണമെന്ന് പറഞ്ഞില്ല. ആദ്യം അഡ്വക്കേറ്റ് ഷിബു മീരൻ എന്ന മറുപടി പറഞ്ഞ ശേഷം അരുൺകുമാറിന്റെ മറുപടി പറഞ്ഞ ശേഷം ഞാൻ ശങ്കുട്ടിദാസിലേക്ക്. സ്മൃതി വളരെ പെട്ടെന്ന് പറയാം. ഇപ്പോ ഈ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞത് ഈ ഗവർണർക്കെതിരായി ഞങ്ങൾക്ക് നിലപാടില്ല എന്നാണ്. കേരളത്തിൽ യഥാർത്ഥത്തിൽ ഗവർണർമാരുമായുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഗൗരവത്തിൽ ആരംഭിക്കുന്നത് പൗരത്വ നിയമം പാസ്സായ സമയത്ത് കേരളത്തിന്റെ പൊതുവായ നിലപാട് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയപ്പോൾ വായിക്കില്ല എന്ന നിലപാട് ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചു. അന്ന് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ നിയമസഭ ഒരു വട്ടം കൂടി ഒറ്റക്കെട്ടായി നിൽക്ക്, ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഒരു പ്രമേയം പാസാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവരതിന്റെ കൂടെ നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇവര് ഒപ്പനയും പാടി ഗവർണർ AK ബാലനും പിണറായി വിജയനും ഒക്കെ കൂടി കേരള നിയമസഭയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച കേരളം മറന്നിട്ടില്ല. SFIക്കാർ പോവുമല്ലോ, നിങ്ങൾ പോകാൻ പറഞ്ഞാൽ സമരം ചെയ്യും, തല്ലുകൊള്ളും, തല്ലാൻ പറഞ്ഞാൽ പറയും. അവരെ ചാവേറുകളെ പോലെ നിങ്ങളുടെ പാർട്ടി ആജ്ഞ അനുസരിച്ച് സമരം ചെയ്യണ കുട്ടികൾ. ആ സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വാതുറന്നോ? ഇപ്പോ ഈ ഗവർണർ ഡൽഹിയിലേക്ക് വന്നു, വായ്പാ പരിധി ഉയർത്തി കിട്ടണം, മറ്റു കാര്യങ്ങളിലൊക്കെ പിന്തുണയാണ്. അപ്പോ നമ്മൾ ആലോചിക്കേണ്ടത് CPIയുടെ മന്ത്രിമാർ എന്തായാലും ഈ ചിത്രം കണ്ടപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോരാനുള്ള തന്റെ ഇടം കാണിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി ആർലേക്കറുടെ വസതിയിലേക്ക് കുടുംബസമേതം പ്രഭാത ഭക്ഷണത്തിന് അങ്ങോട്ട് പോകും, അവിടുന്ന് ആൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് രാജ്ഭവനിലെ ഉദ്യാനം നല്ല ഉദ്യാനമാണല്ലോ, ഞാനിനി എല്ലാ ദിവസവും പ്രഭാത സവാരിക്ക് ഇവിടെ വരട്ടെ എന്ന് മുഖ്യമന്ത്രി ചോദിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ നല്ല അതിർപ്പത്തിലാണെന്ന് പറയും. അങ്ങനെ നല്ല അതിർപ്പത്തിൽ നല്ല സ്നേഹത്തിൽ ആർലേക്കറുമായി ഇവർ പോകുന്നുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാന്റെ സ്റ്റാഫിലേക്ക് ഒരു RSSകാരനെ വെച്ചു കൊടുത്തത് ആരാ? നയപ്രഖ്യാപന പ്രസംഗം വായിക്കില്ല, ഒപ്പിടാതെ അംഗീകരിക്കാതിരുന്ന ഒരു രാത്രി നമുക്ക് ഓർമ്മയുണ്ട്. ബജറ്റ് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തൊട്ടു തലേ ദിവസം വിദേശയാത്ര കഴിഞ്ഞു വന്ന കേരള മുഖ്യമന്ത്രി നേരെ ഗവർണറെ പോയി കണ്ടു, ഗവർണറുമായി സന്ധി ഒപ്പിട്ടു. അപ്പോ ഒരു സ്റ്റാഫിനെ മാറ്റിക്കളയണം, ഇദ്ദേഹത്തിന് കത്തുകൊടുത്ത പൊതുഭരണ വകുപ്പിന്റെ ഏതൊരു പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മാറ്റണം എന്നൊരു ഡിമാൻഡ് ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് വെച്ചു. അതും അംഗീകരിച്ചു പോയി. ഒരു കാര്യം, ഇപ്പോ ഈ പണ്ട് വലിയ വീരവാദമൊക്കെ പറഞ്ഞിട്ട് ബ്രണ്ണൻ തള്ളൊക്കെ തള്ളിയിട്ടുണ്ട്. ഇപ്പോ ഗവർണറുമായോ കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും സംവിധാനങ്ങളുമായോ ഏറ്റുമുട്ടാനുള്ള താക്കത്ത് നിങ്ങൾ പറയും കരുത്ത് പിണറായി വിജയൻ ഇല്ല കേട്ടോ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി CBI അന്വേഷണം ആവശ്യപ്പെടുകയാണ്. പ്രതിഷേധം എന്നുള്ളതാണോ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം? ശങ്കുട്ടിദാസ്, നോക്കൂ, രണ്ട് കാര്യങ്ങൾക്കാണ് മറുപടി പറയണമെന്ന് വിചാരിച്ചത്. ഒന്ന്, ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2002 തന്നെയാണ് നിലവിൽ വന്നത്. അതിനുശേഷം മാത്രമാണ് സ്വകാര്യ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ത്രിവർണ്ണ പതാക ഉയർത്താൻ വിത്ത് റെസ്പെക്ട് ഉയർത്താനുള്ള അനുവാദം വന്നത്. അതുവരെ സർക്കാർ ഔദ്യോഗിക ഒഫീഷ്യൽ സംവിധാനങ്ങൾക്ക് പതാക ഉയർത്താനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1950 എങ്ങനെയാണ് പിന്നെ നമ്മൾ ദേശീയ പതാക ഉയർത്തിയതെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അത് കാരണം 1950 തന്നെ വിലക്കുന്ന നിയമം ഉണ്ടായിരുന്നില്ല. സർ, നിങ്ങൾ സ്കൂളുകളിൽ സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്താറില്ലേ? സംസാരിക്കാൻ സമ്മതിക്കും.
ഇല്ലേ ശങ്കുട്ടിദാസ്, സ്കൂളുകളിൽ 2002 ശേഷമാണോ പതാക ഉയർത്തി? പ്രിവെൻഷൻ ഓഫ് ഞാൻ പ്രിവെൻഷൻ ഓഫ് ചൂണ്ടിക്കാണിച്ചാണ് ശങ്കുട്ടി ശരി ഞാൻ തർക്കത്തിലില്ല. പ്രിവെൻഷൻ അല്ലാതെ പൂർത്തിയാകട്ടെ. ഞാനൊന്ന് പറയട്ടെ സാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ. എനിക്കൊരു മിനിറ്റ് തരൂ. ശരി പറയൂ. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ട് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് നാഷണൽ ഓണർ ആക്ട് എന്ന് പറയുന്ന നിയമം നിലവിൽ വന്ന 1971 അതിനുശേഷമാണ് എന്താണ് ഇൻഡീസെന്റ് ഡിസ്പ്ലേ ഓഫ് നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു ഒഫൻസായി മാറിയത്. അത് അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കപ്പെട്ടത് 2002 ഫ്ലാഗ് കോഡ് വന്നപ്പോഴാണ്. അതൊന്ന്. രണ്ടാമത്തെ വിഷയം, ഭരണഘടനയിൽ പരാമർശിക്കാത്ത സംഗതികളെല്ലാം ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ള വാദം അടിസ്ഥാനരഹിതമാണ്. ഭരണഘടനയിലാകെ എന്താണ് ഇപ്പോൾ നിലവിൽ 470ഓളം ആർട്ടിക്കിളുകളായിട്ട് 25 പാർട്ടികളായിട്ട് മൊത്തം ഭരണഘടനയിൽ 1,40,45,000 വാക്കുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലെത്രയോ വാക്കുകൾ ഭരണഘടനയിൽ പെട്ടിട്ടില്ല. അതൊക്കെ ഭരണഘടനാ വിരുദ്ധമല്ല. രാജ്ഭവൻ എന്ന പ്രയോഗം ഭരണഘടനയിലില്ല, അതുകൊണ്ട് രാജ്ഭവൻ ഭരണഘടനാ വിരുദ്ധമല്ല. അതേപോലെ തന്നെ എൻവയോൺമെന്റൽ ഡേ, പരിസ്ഥിതി ദിനം എന്ന പ്രയോഗം ഭരണഘടനയിൽ എവിടെയും പ്രയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് പരിസ്ഥിതി ദിനം നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമല്ല. നമ്മുടെ കേരളത്തിന്റെ സ്റ്റേറ്റ് സിംബൽ അശോക ചക്രത്തിനും ചുറ്റും 2 ആന നിൽക്കുന്ന ചിത്രം ഉണ്ടല്ലോ, അത് ഭരണഘടനയിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ആ ചിഹ്നം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പറയാൻ പറ്റുമോ? കേരള സർക്കാർ നാളെ നടത്തുന്ന ചടങ്ങുകളിൽ ഭരണഘടനയിൽ എവിടെയും പരാമർശിച്ചിട്ടില്ലാത്ത ഈ സ്റ്റേറ്റ് സിംബൽ എന്ന ചോദ്യത്തിൽ ഇവിടുത്തെ പ്രതിഷേധം ഉയരും. ഏത് ഭാരതാംബ എന്ന ചോദ്യത്തിൽ ഇവിടുത്തെ CPM-ന്റെ പ്രതിഷേധം ഉയരും. CPI ആകട്ടെ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു. ആ കത്ത് അവിടെ അങ്ങനെ കിടക്കുകയും ചെയ്യും. നമുക്ക് നോക്കാം, RSS ചിഹ്നങ്ങളെ ഇങ്ങനെ രാജ്യത്തിൻ്റെ സ്ഥിരം ചിഹ്നമാക്കാനുള്ള, അതിനെ ഒരു എന്താ പറയുക, സ്ഥിരം ചിഹ്നമാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു സ്വാഭാവികതയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം വിജയിക്കുമെന്ന് നോക്കാം, എത്രത്തോളം എതിർ ശബ്ദങ്ങൾ ഉയരുമെന്ന് നോക്കാം. വളരെ നന്ദി അഡ്വക്കേറ്റ് ഷിബു മീരാൻ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ്, ഡോക്ടർ മോഹൻ വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.